നമ്മുടെ ഈ പുസ്തകത്തിന്റെ പ്രകാശനവും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഏറ്റവും നല്ല പ്രഭാഷകൻ എഴുത്തുകാരുമായിട്ടുള്ള ശ്രീ KPM സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയാനായിട്ട് പറയണമെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, കാരണം അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്തായാലും വളരെ ബഹുമാനത്തോടെ നിങ്ങളുടെ ഏവരെയും അനുവാദത്തോടുകൂടി ഈ യോഗത്തിലേക്ക് വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തെ സംബന്ധിച്ച് അതിന്റെ സ്വീകരിക്കുന്ന ശ്രീ ഷാജി ഹനീഷാണ്. അദ്ദേഹം അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആഗ്രഹവും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു വേദി സജ്ജമാക്കിയ സർവശക്തനോട് ആദ്യമായി നന്ദി പറയുന്നു. ഭൗതികമായി ഇങ്ങനെയൊരു ഒത്തുകൂടലിന് നമുക്ക് സാഹചര്യം ഉണ്ടാക്കിയത് നമ്മുടെ ഇന്നത്തെ താരം തന്നെ ബഹുമാന്യനായ അബ്ദുസലാം അവർകളാണ്. അദ്ദേഹത്തെ അതിന് നന്ദി എന്ന രണ്ട് വാക്കിൽ ഒതുക്കാൻ കഴിയില്ല. കാരണം 40 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോയി ജീവസന്ധാരണത്തിന് വേണ്ടി പല ഭാഗത്തേക്കും ഞങ്ങൾ പറന്നുപോയി. എവിടെയാണ് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. അവസാനം ഒരു SSLC ഫോട്ടോയുടെ ഫലത്തിൽ കുറെ ആളെ കിട്ടി. പിന്നെ അറിഞ്ഞോര് കുറെ ആൾ കൊടുത്തു. അവസാനം എൻ്റെ ഒരു തലമുറയിൽ എത്തേണ്ട ഒരു ഫോട്ടോ ഉണ്ട്. അതെല്ലാവർക്കൊക്കെ ചെയ്യിച്ച് ഒരാളെന്നെ വിളിച്ചു, ഇത് താങ്കളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഞാനല്ല, കാരണം ഞാൻ കേൾക്കുമ്പോൾ ഒരു ബന്ധുമില്ല. അവസാനം എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ അറിഞ്ഞത്. അങ്ങനെയൊക്കെ കൂടി തപ്പിപ്പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന്റെ ഞങ്ങൾ സൗഹാർദ്ദം മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ പലതും ഞങ്ങൾക്ക് ഈ കുറച്ചു കാലം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിലൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നെങ്കിലും ഈ ഗ്രൂപ്പ് ഇപ്പോഴും വളരെ സൗഹാർദ്ദമായി തമാശകളും കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും വികൃതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ബഹുമാന്യനായ സലാമിന് വളരെ കാലമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആശയം അത് അല്പാൽപമായി ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അത് തെറ്റില്ല എന്ന് തോന്നി അതൊരു ബുക്ക് പോലെ ആക്കണം എന്നുള്ളൊരു ആശയം വരികയും ആ ആശയത്തിന്റെ ഒരു പരിസമാപ്തിയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തക പ്രകാശനം, അതിന്റെ ഉൾക്കാമ്പുകളെ പറ്റി ഇവിടെ അല്പം വിവരിച്ചു കഴിഞ്ഞു. ഇനിയും ഇവിടെ അതിന് പുസ്തക പരിചയം നടക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതിന്റെ കാലപരിപാടികളിലേക്ക് ഞാൻ നേരിട്ട് ഇറങ്ങുകയാണ്. കാരണം നമ്മളെ ഉദ്ദേശിച്ച ടൈമിൽ നിന്നും കുറെ മുന്നോട്ട് പോയി. ഇതിന്റെ സ്വാഗത പ്രഭാഷണം ചെയ്ത അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യയായ റീത്ത ടീച്ചറാണ്. അദ്ദേഹം ഇവിടുത്തെ HM ആണ്. അപ്പോൾ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ ആദരപൂർവ്വം അവരെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാൻ വേണ്ടി വളരെ വിനീതമായി ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു വർഷത്തോളമായി എന്നാണ് തോന്നുന്നത് നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ രൂപം കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്റെ ഭർത്താവും ഇതിലൊരാണ്. അപ്പോ ഈ സലാം സാറ് വിളിച്ചപ്പോ ആദ്യം വിളിച്ചപ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊരു ഡോക്ടർക്ക് പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഗൾഫിലാണ് വിളിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ സംസാരിച്ചു. പിന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിരുന്നു, കേൾക്കാറുണ്ട്. എന്തായാലും നിങ്ങളുടെ ആദ്യത്തെ സംഗമത്തിന് യാദൃശികമായി ഞാനും വെല്ലുവിട്ടു. കഴിഞ്ഞ ദിവസം സാറിന്റെ മകന്റെ കല്യാണത്തിന്റെ തലേന്ന് ഒരു കൂടിച്ചേരലുണ്ടായി, കുറച്ച് പേര്. അതിൽ ഞാനും ഒരു പങ്കാളിയായി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ അപ്പൊ നമ്മളൊക്കെ പഠിച്ച കാലത്താണെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോട് പോലും സംസാരിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ബെഞ്ചിലിരിക്കുന്ന ആളുകൾ തമ്മിലൊരു കൂട്ട്, പഠിക്കുന്നവര് പഠിക്കാത്തവര് ബാക്ക് ബെഞ്ചിലുള്ളവര്, അങ്ങനെ ഒരു കൂട്ടം അങ്ങനെ ഓരോ കൊല്ലവും കടന്നു പോകും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല.
ഇന്ന് പഠിക്കുന്ന ഓരോ, അതായത് 2 ആളായാലും 3 ആളായാലും അല്ലെങ്കിൽ എവിടെയൊക്കെ കണ്ടുമുട്ടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ട്. രാവിലെ നടക്കാൻ പോകുന്നവര്, ഡാൻസിന് പോകുന്നവര്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കൂട്ടായ്മകളും വാട്സപ്പും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അത് നമ്മുടെ മക്കളുടെ അവസ്ഥ കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ ഈ 40 വർഷം മുൻപ് ഈ സ്കൂൾ പഠിച്ചു പോയ ആ ഒരു വികാരം ആയിരിക്കില്ല ഇപ്പൊ നിങ്ങളെ ഒത്തുചേരുമ്പോ. കാരണം നമ്മൾ പക്വതയെത്തിയ ആളുകളായി, നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വളരെ ഒരു സന്തോഷം, ഈ സൗഹാർദ്ദം ഇത്ര ഒരു വിപുലമായ സൗഹാർദ്ദത്തിൽ നമ്മൾ അംഗമായല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ഈ ഗ്രൂപ്പുകള് ഫോം ചെയ്തപ്പോൾ എനിക്ക്, ഞാൻ 83 ബാച്ചാണ്, 83 SSLC കഴിഞ്ഞു പോയ ഒരു ബാച്ചാണ് ഞാൻ. അപ്പൊ ഞാനാണ് ഞങ്ങളുടെ ബാച്ചിന്റെ ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ച് കൊടുത്തത്. അങ്ങനെ ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഗ്രൂപ്പ് തുടങ്ങി കഴിയുമ്പോൾ ചെറിയ കുട്ടികളാവുമ്പോൾ അതുപോലെയല്ല, വലുതായി കഴിഞ്ഞാൽ വ്യക്തികളുടെ ആ ഒരു ഈഗോ പലതരത്തിലും ഗ്രൂപ്പുകളിൽ സ്വാധീനം ചെലുത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഗ്രൂപ്പുകളും കുറച്ച് ആ തുടക്കത്തിലുള്ള ഒരു സന്തോഷവും സൗഹാർദ്ദവും കുറച്ച് കഴിയുമ്പോൾ ചിലരൊക്കെ വൈകിട്ട് പോകും. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഈ ഗ്രൂപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. കാരണം നമുക്കിപ്പോ നിങ്ങൾ ഞാനും വളരെ കുറച്ച് വ്യത്യാസമുണ്ടോ ഫ്രണ്ട്സുകൾക്ക്, കുറെ ജീവിതാനുഭവങ്ങൾ കണ്ടവരാണ്. നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു മാർഗം ഈ ഒരു ഗ്രൂപ്പ് തരുന്നുണ്ട്. അപ്പൊ അതില് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഞാനൊക്കെ എന്റെ ഗ്രൂപ്പിൽ സൈലന്റ് ആണ്, എല്ലാം കാണുന്നുണ്ട്. പലരും അടിപിടി കൂടി തെറ്റിപ്പോണ്ട്, ഇതൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രതികരിക്കാറില്ല കൂടുതലും, ആ രീതിയിൽ ഇങ്ങനെ പോവാണ്. അപ്പോ അങ്ങനെയുള്ളവരും ഉണ്ടാവും, ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ വരുന്നവരും ഉണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു ഭിന്നിപ്പ് ഇല്ലാത്ത രീതിയിൽ ഈ കൂട്ടായ്മ ഒന്നിച്ചു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇവിടെ ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു, കുറച്ചൊക്കെ ഇടയ്ക്ക് എന്റെ ഹസ്ബൻഡ് പറയുന്നത് കേൾക്കാറുണ്ട്. എന്തായാലും നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരു കവിത എഴുതുക, കഥ എഴുതുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര അത്ഭുതത്തോടെയാണ് കാണുന്നത്. കാരണം അന്നൊന്നും എല്ലാവരും അതിനൊന്നും മെനക്കെടില്ല. വളരെ കുറച്ച് കുട്ടികളെ ആ ഭാഗത്തേക്കൊക്കെ വരുള്ളൂ കഥ എഴുതാനും കഥ എഴുതാനും. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എല്ലാ കുട്ടികളും, ഒരുവിധം എല്ലാ കുട്ടികളും എന്തെങ്കിലും ഒരു വിഷയം കൊടുത്ത് അതിനെക്കുറിച്ചൊരു കഥയൊക്കെ എഴുതിയിട്ടുണ്ടാക്കും. അപ്പൊ ആ ഒരു കവിതകളും കഥകളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ അതിനെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോവാൻ ഒരു കഴിവാണ്. തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു പുസ്തകം എഴുതിയ ഒരാളുണ്ട്. ഞാൻ ആ പുസ്തകം വായിച്ചു, സ്കൂളിലുള്ള ഷാജി അജീവിന്റെ എനിക്കൊരു കോപ്പി തന്നിരുന്നു. അപ്പോ ആ പുസ്തകം വായിക്കുന്നത് എന്താ വെച്ചാൽ AVI സ്കൂളില് പഠിച്ച ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ ചിന്തകളും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതുപോലെ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്, എല്ലാവരുടെ മനസ്സിൽ ഈ ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ ഒരു കൂട്ടി ഒരു പുസ്തക രൂപത്തിലാക്കി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു കഴിവാണ്. ആ കഴിവിനെ അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും. അപ്പൊ എല്ലാവിധ ആശംസകളും ഈ പുസ്തകത്തിന് നേരുകയാണ്. തീരെ തേടി ഒരു ദില്ലിക്കാലം എന്നുള്ള ഈ ഒരു പുസ്തകം വെറും 98 പേജിലാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം. അത് 22 അധ്യായങ്ങളായിട്ട് തിരിച്ച് വളരെ മനോഹരമായിട്ട് ഒരു യുവാവ്, ഒരു 18 വയസ്സുകാരൻ നമ്മുടെ നാട്ടിൽ നിന്ന് ദില്ലിയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഒരു ജീവിതത്തിന് ഒരു കൈപ്പിടിപ്പിക്കാനായിട്ട് അച്ഛൻ കൊടുത്തയച്ച ആ ഒരു വിസയിൽ കയറി പോകാനുള്ള ആഗ്രഹത്തിൽ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്ന ഒരു കുട്ടി. 18 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എല്ലാവരും കുട്ടികളാണ്. 25 വയസ്സൊക്കെ ആവുമ്പോൾ നമ്മള് കുട്ടിക്കൊക്കെ മാറി ഇപ്പൊ കുട്ടികളെ പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ആരുമില്ലാതെ, ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു കുട്ടി അവിടെ ചെല്ലുമ്പോ അവനെ കാത്തിരിക്കുന്നത്, ആ കാത്തു നിൽക്കാതെ പറഞ്ഞ ആള് പോലും അവിടെ ഇല്ല. ദാസപ്പൻ ഒരു വില്ലനാണ് ഇതിലത്തെ കഥാപാത്രം. സലീം ഒരു സ്ഥലത്ത് നമ്മുടെ വീര പരിവേഷങ്ങളോ
മിന്നൽ മുരളിയെ പോലത്തെ വലിയ താരപരിവേഷങ്ങളൊന്നുമില്ലാത്ത ഒരു പാവം കുട്ടി അവിടെ അപ്പുറത്ത് നിൽക്കുന്നത് ദാസപ്പൻ എന്ന് പറയുന്ന വ്യാമോഹിപ്പിച്ച് നിർത്തുന്ന ഒരു കഥാപാത്രം. അങ്ങനെയുള്ള ഈ ഒരു പശ്ചാത്തലത്തില് ആ കുട്ടി അവിടെ ചെന്നിറങ്ങുന്നു. ഒടുവിൽ ദാസപ്പനെ കണ്ടുപിടിക്കുന്നു. ആരുടെയൊക്കെയോ പുണ്യം കൊണ്ട് അയാളെ കണ്ടെത്തുകയും അവിടെ ജീവിതം തുടരുകയും ചെയ്യുന്നു. അങ്ങനെ നെഹ്റു വിഹാറിലാണ് ഈ കഥയല്ല അനുഭവം നടക്കുന്നത്. അങ്ങനെ ആ അനുഭവത്തിന്റെ വളരെ വലിയ അനുഭവമാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവം. ആ ഒരു വർഷത്തിനിടയ്ക്ക് ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒരു വലിയ സർവകലാശാലയാണ് ആ ഒരു കൊല്ലം എന്ന് പറയുന്നത്. എത്രയൊക്കെയോ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് അവിടെ. അപ്പോ അവിടെ എന്താണ്, ഒരു സ്ത്രീ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് ഇങ്ങനെ വെന്ത് മരിക്കുന്നത് ദൃക്സാക്ഷിയാകുന്നു. അതുപോലെ ഒരു സ്ത്രീയെ കൂട്ടിയിട്ടിട്ടുള്ള ഒരു സ്ത്രീ, ഭ്രാന്തിയായ ഒരു സ്ത്രീയെ കൂട്ടിയിട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ നിലവിളികൾ, അതൊക്കെ നമ്മളുടെ കാതിൽ ഇപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ചില സന്ദർഭങ്ങളാണ്. അതുപോലെ പൂജ എന്ന് പറയുന്ന സുന്ദരിയായ ഒരു സ്ത്രീ, അതിനെ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കില്ല, ആശ്രമത്തിൽ ഇനി പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു കുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രതിപത്തി. അപ്പൊ അന്ന് അവളുടെ കല്യാണമായിട്ട് ആ കൂടെയുള്ളവരൊക്കെ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന ഒരു സന്ദർഭമൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരു സ്ത്രീ, അവള് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ കോൺക്രീറ്റ് പണിക്കൊക്കെ വരുന്നതും അതിനെ അവിടെ ഒരു സ്ഥലത്ത് കെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഈ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിസരത്തിലാണെങ്കിലും നമ്മുടെ നാട് വിട്ടുപോയി അവിടെ നമുക്ക് അവിടെയും നല്ല നല്ല സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്താനും ജീവിതത്തെ പരമാവധി സുന്ദരമാക്കാനുമാണ് അവിടെ ശ്രമിക്കുന്നത്. ഗാനമേളകളും പിന്നെ അല്പം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാചകങ്ങളും ഒക്കെ ആയിട്ട് ഒരാൾ നടത്തുന്ന സഞ്ചാരം ആണ്, അല്ലെങ്കിൽ ഒരു ജീവിതത്തെ തേടി പിടിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവിതത്തില് കരകയറണം എന്നുള്ള ഒരു ദൃഢമായൊരു വിശ്വാസം. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ വിസ വരും, ഞാൻ പോകും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ ഈ കഥയുടെ അനുഭവങ്ങളിൽ ഇങ്ങനെ പറഞ്ഞ് പോകുന്നത്. ഒടുവിൽ വരെ നമ്മൾ പ്രത്യാശിക്കും ഇയാള് കപ്പൽ കടന്ന് ഇങ്ങോട്ടെങ്കിലും കൊണ്ട് പോകുമായിരിക്കുന്നത്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. വളരെ ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് നമ്മൾ പത്മജിയൊക്കെ ഇതിൽ കഥാപാത്രമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് ആരുടെയോ ഒരു കാരുണ്യം കൊണ്ട്, ആരുടെയൊക്കെ ഒരു സന്മനസ് കൊണ്ട് ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആ ട്രെയിനിൽ കയറ്റി വിടുന്നിടത്താണ് ഈ കഥയല്ല അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അവസാനിക്കുന്നത്. അപ്പൊ അനുഭവങ്ങള് ഇനിയും ധാരാളമുള്ള ഒരു വ്യക്തിയാണെന്നറിയാം. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഒരു വർഷം മാത്രമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പൊ ഇനിയും അടുത്ത വർഷങ്ങളിലായിട്ട് ഇങ്ങനെ ഓരോരോ പുസ്തകങ്ങളായിട്ട് ഇവിടെ പ്രകാശനം ചെയ്യാൻ സലാമിന് സാധിക്കട്ടെ പിന്നെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പിന്നെ ഇതിന്റെ കവർ പേജ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കവർ പേജാണ്. ഇതിന്റെ അത് വളരെ ഭംഗിയായിട്ടും ഒതുക്കത്തോടും, അതുപോലെ ഇതിലെ ഭാഷ എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന വളരെ മനോഹരമായതും വളരെ ലളിതമായതുമായിട്ടുള്ള ഒരു ഭാഷയില് വളരെ ഒതുക്കത്തോടു കൂടി വലിയ ബാഹുല്യങ്ങളൊന്നും ഇല്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു മഹത്തായ വിജയമായിട്ട് ഞാനിതിനെ കാണുന്നു. മുഖ്യപ്രഭാഷണം എന്ന് പറയുന്നതിന്റെ ഒരു ഇംഗ്ലീഷ് പ്രയോഗം കേട്ടാൽ നമുക്ക് താമസം.
ഈ പ്രഭാഷണത്തിന്റെ ഇംഗ്ലീഷ് കീനോട്ട് അഡ്രസ് എന്നാണ്. നാട് വിട്ടുപോയ എല്ലാവരും നിരന്തരം കേൾക്കുന്ന ഒരു വാക്കാണ്. കീനോട്ട് അഡ്രസ് എന്നത് യഥാർത്ഥത്തിൽ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. സംഗീതത്തിലെ ജീവരാഗത്തിനാണ് കീനോട്ട് എന്ന് പറയുന്നത്. ഈ സമയത്ത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു രാഗവും മൂടാൻ അറിയാത്ത ഞാൻ ജീവരാഗം പാടണം എന്നതാണ് ഒന്ന്. രണ്ട്, ദീർഘമായി സംസാരിച്ച് ഒരു ദുശീലമുള്ള എനിക്ക് ഈ സമയത്ത് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ എന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു വലിയ ഗുരുനാഥനാണ് യഥാർത്ഥത്തിൽ ഞാൻ വൈകി പരിചയപ്പെട്ട സലാം. എന്തുകൊണ്ടെന്നാൽ ഞാൻ പ്രവാസത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നിരവധി വായിക്കുകയും 1-2 പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷെ സലാം എന്നെ പഠിപ്പിച്ച ആദ്യത്തെ പാഠം ജീവിതാനുഭവങ്ങൾ എങ്ങനെ ഇതിനേക്കാൾ ചുരുക്കി എഴുതാനാവില്ല എന്ന പാഠമാണ്. സലാമിന്റെ ഒരു കൊല്ലത്തെ ദില്ലിക്കാലത്തെ അനുഭവങ്ങൾ ഞാൻ ആദ്യം വായിച്ചത് എടുത്തപ്പോൾ ഇവിടെ ടീച്ചർ വളരെ കൃത്യമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഗത ഭാഷണത്തിൽ ശ്രീപതി ചേട്ടൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ എനിക്ക് ആത്മബന്ധമുള്ളവരാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. യഥാർത്ഥത്തിൽ പ്രവാസം ഒരു തരം അനാഥത്വമാണ്. മരുഭൂമിയിലെ മണ്ണിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുമ്പോൾ അവിടെ ചെന്ന് ചേരുന്നത്, പലപ്പോഴും ചെന്ന് വീഴുന്നത് സ്നേഹമുള്ള ഏതെങ്കിലും ഒരു കരങ്ങളിലാണെങ്കിൽ, നല്ല കൂട്ടുകാരുടെ വീടുകളിലാണെങ്കിൽ. അങ്ങനെ എനിക്ക് വെച്ചുകൊടുത്തി തന്ന ശോഭ ചേച്ചിയുടെ, എൻ്റെ ദേവേട്ടൻ്റെ ഒരുപാട് കാലം ഞങ്ങളെയൊക്കെ സൗദി അറേബ്യയിൽ പോറ്റിയ അത്തരത്തിലുള്ള ഒരുപാട് സുഹൃതങ്ങളുടെ ഒക്കെ ഓർമ്മയാണ് പ്രവാസം എന്ന് പറയുന്നത്. പക്ഷെ പ്രവാസത്തെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് ഒരു പൊലി പോലെ കിട്ടുന്ന അനുഭവത്തെ ജ്വലിപ്പിച്ച് ഗംഭീരമായിട്ട് എഴുതിയ പുസ്തകങ്ങളാണ്. യഥാർത്ഥത്തിൽ പ്രവാസത്തെ കുറിച്ച് പുസ്തകം എഴുതാൻ പ്രവാസം അനുഭവിക്കുക പോലും വേണ്ട എന്ന് പഠിപ്പിച്ചവരുണ്ട് മലയാളത്തിൽ. വലിയ എഴുത്തുകാർ. ഞാൻ പേര് നേരെ പറയാം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പ്രവാസ പുസ്തകം ആടുജീവിതമാണെന്ന് എല്ലാവർക്കും അറിയാമോ. സൗദി അറേബ്യൻ മരുഭൂമിയിലെ ഭീകരതയെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും വലിയ പുസ്തകം, എക്കാലത്തും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണത്. അത്ഭുതകരമായ കാര്യം ഇന്ന് നമ്മൾ അത്ഭുതത്തോടെ ഓർക്കണം. ബഹ്റൈൻ പാലം കടന്ന് സൗദി അറേബ്യയിൽ കാലുകുത്താനുള്ള യോഗം ഇതുവരെ ബെന്യാമിനുണ്ടായിട്ടില്ല. ഒരു നജീബ് എന്ന പയ്യൻ ഇതുപോലെ സലീമിനെ പോലെ ഈ വിസ കച്ചവടക്കാരെ പറ്റിച്ചിട്ട് സൗദി അറേബ്യയിൽ ചെന്നുപെട്ടതാണ്. മസറയിൽ ചെന്നുപെട്ട് അവിടെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, പിന്നെ കുറെ കാലം ആ ദുരിതപർവം കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അവൻ ബഹ്റൈനിൽ ചെന്നുപെട്ടപ്പോ ഒരു രാത്രിയിൽ, ഈ പ്രവാസകാലത്ത് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവിടുത്തെ വ്യാഴാഴ്ച രാത്രികളാണ്. ഈ വ്യാഴാഴ്ച രാത്രികളൊക്കെ പൊടിപൂരമാക്കിയിരുന്ന ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാലമുണ്ട് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യാഴാഴ്ച രാത്രിയിൽ നജീബിനെ കണ്ടുമുട്ടിയപ്പോ നജീബ് പറഞ്ഞു കൊടുത്ത അനുഭവങ്ങൾ വിറ്റാണ് അദ്ദേഹം വലിയ തോതിൽ. മാത്രമല്ല അത് എങ്ങനെ എഴുതി എന്ന ചോദ്യത്തിന് എനിക്ക് വലിയ ശങ്ക ഉണ്ടായിരുന്നു. ഇത്രമേൽ സൂക്ഷ്മമായി അറേബ്യൻ മരുഭൂമി എങ്ങനെ എഴുതി. അടുത്ത കാലത്ത് അതിന് ഉത്തരം കിട്ടിയത് ലിയോപോൾഡ് വെയ്സ് എന്ന ഓസ്ട്രിയക്കാരൻ പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ മരുഭൂമിയിലൂടെ മാസങ്ങളോളം അലഞ്ഞു നടന്ന ഒരു വലിയ മനുഷ്യന്റെ പുസ്തകം അപ്പടി പകർത്തി വെച്ചതാണ് എന്ന ഞെട്ടിക്കുന്ന പാഠവും പുതിയ കാലത്ത് അനുഭവങ്ങളുണ്ട്. ഞാനിതൊക്കെ പറയുന്നതാണ്, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എനിക്ക് പറ്റുന്നൊരു വലിയ അപകടം. അതായത് ആളുകൾ പറയാൻ ആഗ്രഹിക്കാത്തത് അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചില നേരത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ട് പഴി കേൾക്കേണ്ടി വരുന്ന ഒരാളാണ്. അതിന്റെ പേരിൽ ആ പഴി കേൾക്കട്ടെ, അങ്ങനെ കേൾക്കുന്നതിൽ വലിയ വിഷമം തോന്നാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. സലാം എന്നെ പഠിപ്പിക്കുന്ന ഒരു പാഠം അനുഭവങ്ങളെ അനുഭവിച്ചതിന്റെ 100-1 ആറ്റിക്കുറുക്കി എങ്ങനെ മനുഷ്യനോട് പറയാം. ഈ പുസ്തകത്തെ കുറിച്ച് എനിക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഈ പുസ്തകം ബെന്യാമിന്റെ കയ്യിൽ കൊടുത്താൽ നിങ്ങൾ ഉറപ്പാണ് 1000 പേജുള്ള പുസ്തകമായിട്ട് നിങ്ങളെ കയ്യിൽ തരും. പക്ഷെ ഇത് എങ്ങനെയാണ് 90 പേജ് 80 പേജുള്ള പുസ്തകമാക്കി മനുഷ്യനോട് പറയാം. ഇതിനേക്കാൾ ചുരുക്കി, ഇതിനേക്കാൾ മിതത്വത്തോടെ. എന്തുകൊണ്ടെന്നാൽ സത്യമേ പറയാവൂ. ജ്വലിപ്പിക്കാനുള്ളതല്ല ജീവിതം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംവദിക്കാനുള്ളതാണ് മനുഷ്യന്റെ ഭാഷ എന്ന് തെളിയിക്കുന്ന ഒരാളാണ് സലാം. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പ്രവാസത്തെ കുറിച്ച് ഒരു 5 മിനിറ്റ്, പ്രവാസം എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ. നിങ്ങളിൽ എത്ര പേര് പ്രവാസികളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ പിരിയുന്നത് വരെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പലപ്പോഴും നമ്മുടെ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. എന്നാൽ നിർബന്ധമായി ഔട്ടർഷിപ്പ് കൊടുക്കണം. എല്ലാ കുട്ടികളും പോയിട്ട് ഒരു 6 മാസമെങ്കിലും പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് വരണം. അറേബ്യൻ വിദ്യാഭ്യാസത്തിന്റെ പാഠമുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞെട്ടിപ്പോകും. അവർ പ്രാകൃതന്മാരായ ബദു അറബികളുടെ വിദ്യാഭ്യാസ ശീലത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം 7 കൊല്ലം അവര് കുട്ടികളെ കളിപ്പിക്കും. ആദ്യത്തെ 7 വയസ്സ് വരെ കുട്ടികളെ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കളിപ്പിക്കാൻ വേണ്ടി കിൻഡർഗാർട്ടനിലെ ടീച്ചർമാരെ ഏൽപ്പിക്കുകയല്ല, അച്ഛനും അമ്മയും ചേർന്ന് കളിപ്പിക്കും 7 കൊല്ലം. അടുത്ത 7 കൊല്ലം പഠിപ്പിക്കും. അപ്പൊ 14 വയസ്സായി. പിന്നത്തെ 7 കൊല്ലം കുട്ടികളെ യാത്ര ചെയ്യാൻ പറ്റും.
കാശുള്ളവർക്ക് കാശ് കൊടുത്ത് വിടും, പറ്റുന്നവര് ഈ വിമാനം കയറാൻ കാശുള്ളവർ ലോകം മുഴുവൻ കറങ്ങി വരാൻ പറയും, അല്ലാത്തവര് കുതിരപ്പുറത്ത് പോകാൻ പറയും, അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് പോകാൻ പറയും. അങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചു വരും. അങ്ങനെ 7 കൊല്ലത്തെ മാതാപിതാക്കളുടെ സമ്പർക്കവും കൃത്യമായി, മറ്റാരുടെയും കളിയല്ല, മാതാപിതാക്കൾക്ക് കുട്ടികളോടൊപ്പം കളിക്കാനുള്ള പ്രായം. അടുത്ത 7 കൊല്ലം അടുത്ത 7 കൊല്ലം പഠിക്കാനുള്ളതേ ഉള്ളൂ ലോകത്തിലെ ഏത് ഗ്രാജുവേഷനും. അടുത്ത 7 കൊല്ലം ലോകം കാണാൻ വിടുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അറബ് നാട് ലോകത്തിന് കൊടുത്തൊരു ഒരു വിദ്യാഭ്യാസ മാതൃകയാണ്. നമുക്ക് അതിനെക്കുറിച്ച് സംവാദമെങ്കിലും ആകാം, സ്വീകരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അത്തരത്തിൽ ധാരാളം പാഠങ്ങൾ പ്രവാസമുണ്ട്. പ്രവാസം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഒരു കാര്യം തീർച്ചയാണ്, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് മാത്രം പറയുന്ന കാര്യമാണത്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഇവിടെ നിരന്തരമായി മനുഷ്യരോട് സംസാരിച്ചുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ 10-30 കൊല്ലമെങ്കിലുമായിട്ട് ഗൾഫിൽ പോകുന്ന 10 കൊല്ലം ഒഴിച്ചാൽ കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ ഒരുപാട് തവണ വന്നുപോയ, പൊന്നാനിയിലൊക്കെ എത്രയോ തവണ വന്നു പോവുകയും ഇവിടുത്തെ ഈ AV ഹൈസ്കൂളും എടശ്ശേരി മാവും ഒക്കെ ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. ഇവിടെ എത്രയോ കവിയരങ്ങൾ, പുസ്തക പ്രകാശനങ്ങളിലൊക്കെ നിരന്തരം പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പക്ഷെ നാട് വിട്ടു പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വായിച്ച പുസ്തകങ്ങളെക്കാൾ വലിയ പാഠപുസ്തകമാണ് ഇവിടെ പറയപ്പെട്ടതുപോലെ പ്രവാസം എന്ന പാഠം. ഒന്ന്, ഞാൻ ആ പാഠങ്ങളെ കുറിച്ച് ഓടിച്ച് 5 മിനിറ്റ് കൊണ്ട് പറയാം. ഏറ്റവും ചുരുക്കി പറയാം. ഒന്ന്, നാട് വിട്ട ഒരാൾ തിരിച്ചു വരുന്നത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. നമ്മുടെ ഉള്ളിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഈ AV ഹൈസ്കൂളിലെ 40 കൊല്ലം മുമ്പുള്ള ഈ കൂട്ടായ്മയിൽ ഇനി നാട് വിടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലർക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. കുളക്കരക്കാർക്ക് അതിനൊക്കെയുള്ള യോഗവും ശേഷിയും ഉണ്ടല്ലോ. പോകാത്തവർക്കൊന്നൊരു ടൂർ പാക്കേജ് കൊണ്ടുപോകണം. ദയവായിട്ടും ചിലർക്കൊക്കെ കൂടി ചേർന്ന് വിചാരിച്ചാൽ ഇപ്പോൾ കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. പ്രവാസം അനുഭവിച്ചാൽ സംഭവിക്കുന്ന ഒന്ന്, നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ കുടികൊള്ളുന്ന 1000 മൗലികവാദങ്ങൾ പൊടിഞ്ഞു പോകും. മൗലികവാദം എന്ന് പറയുന്നത് മതമൗലികവാദം മാത്രമല്ല, അതാണ് ഒരു ക്ലീശയായിട്ട് നമ്മൾ പ്രയോഗിച്ചു വരുന്നത്. ഒരുപാട് മൗലികവാദങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗലികവാദം എന്താണെന്നറിയോ? നമ്മുടെ നാട് ഭൂമിയിൽ ഏറ്റവും കേമമാണ്. ഞാൻ കേരളത്തെ കുറിച്ച് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ, നിങ്ങളൊക്കെ AV സ്കൂൾ പഠിച്ച കാലത്ത് ഞാൻ കൊണ്ടോട്ടിയിൽ പഠിക്കുമ്പോൾ എഴുതിയ ഒരു ലേഖനത്തിന്റെ ആദ്യത്തെ തലക്കെട്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം കേരളമാണ് എന്നാണ്. അന്ന് എന്റെ ധാരണ കേരളം രാജ്യമാണെന്നാണ്. 2, കേരളം ഭൂമിയിൽ ഏറ്റവും മനോഹരമായ നാടാണ് എന്നാണ്. പക്ഷേ ഇപ്പോ ഒരു 10 കൊല്ലം ഇങ്ങനെ പലയിടത്തായി അലഞ്ഞു തിരിഞ്ഞ് പ്രവാസം കണ്ട് മരുഭൂമിയിൽ വ്യാപാരത്തിൽ ഒക്കെ തിരിച്ചു വരുമ്പോ ഞാൻ തിരിച്ച് അറിയുന്നുണ്ട്, എന്റെ നാട് മാത്രമല്ല ഭൂമി മനോഹരമാണ്. ഭൂമി നമ്മളെ എപ്പോഴും മനോഹരമല്ലാത്തതിന് പറയുന്ന പേരാണ് മരുഭൂമി. മനുഷ്യന്റെ മനസ്സ് വരണ്ടു പോയിരിക്കുന്നു, മരുഭൂമിയായിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം കാണാൻ കൊള്ളാത്തതായി തീർന്നിരിക്കുന്നു, അനുഭവിക്കാൻ കൊള്ളാത്തതായി തീർന്നിരിക്കുന്നു എന്നാണ്. മരുഭൂമി കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊരു കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ ധാരാളമായി മരുഭൂമിയിൽ കഴിഞ്ഞു. എന്റെ 10 കൊല്ലത്തെ പ്രവാസം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുകൊണ്ട്, അവിടെ ദേവേട്ടനും ജോർജും കൊച്ചുമൊക്കെ ഉണ്ടായിരുന്നു. ധാരാളമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. 1 കിലോമീറ്ററിനിടയിൽ നിങ്ങൾ മരുഭൂമിയിൽ ഏറ്റവും ചുരുങ്ങിയത് 25 നിറത്തിലെങ്കിലുള്ള മണ്ണ് കാണും. നമ്മൾ മരുഭൂമിയെ കുറിച്ച് ഒരു ചിത്രമേ കണ്ടിട്ടുള്ളൂ, മരുഭൂമിയുടെ ഒരു വർണ്ണമേ നമുക്ക് അറിഞ്ഞുള്ളൂ. പക്ഷെ മരുഭൂമിയിൽ യാത്ര ചെയ്താൽ മനസ്സിലാവും, മരുഭൂമി മനോഹരമാണ്. ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ കാടും മേടും അങ്ങനെയാണല്ലോ, 44 നദികളും 10-28 കായലുകളും ഒക്കെ ചേർന്ന ഈ കേരളമാണ് ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ഇടം എന്നൊക്കെയുള്ള ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ തകർന്നു പോയിട്ടില്ലാത്ത മൗലികവാദം ഉണ്ടല്ലോ, അത് തകരാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നാട് വിട്ടു പോവുക എന്നതാണ് ഒന്ന്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മരുഭൂമിയുടെ മനോഹാരിത. ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവികമായ ഒരു പ്രഭാവത്തെ നേരിട്ട് അനുഭവിച്ച ഒരു നിമിഷത്തെ കുറിച്ച് ഞാൻ പറയാം. മരുഭൂമിയിൽ അപൂർവമായ അനുഭവമാണ് മഴ. അത്ര തന്നെ അപൂർവമായ അനുഭവമാണ് നിലാവ്. മഴയും നിലാവും ഒരുമിച്ച് വന്ന ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷം ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അത്ര വാചാലമായി ദൈവത്തെ പ്രചരിപ്പിക്കുന്നവരല്ല, പക്ഷെ അങ്ങനെ ഒരു അനുഭവം, അത് പറയാനാവാത്ത ദിവ്യമായ അനുഭവമാണ്. അത് ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ കേരളം മാത്രമല്ല പുതിയ നാട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. 2, എല്ലാം എന്റെ ഭാഷ, മലയാളം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷയാണെന്ന് പറഞ്ഞിരുന്ന കാലത്ത് മലയാളം അല്ലാത്ത ഒരു പൊട്ട ഭാഷയെ നമുക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഇപ്പോ 5-6 ഭാഷകളിൽ പാട്ട് കേട്ടാൽ തിരിച്ചറിയുന്ന പരുവത്തിലേക്ക് ഞാൻ എന്ന പ്രവാസി വളർന്നു കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ച് അറിയുകയും തിരുത്തി എഴുതുകയും ചെയ്തിരിക്കുന്നു. അതിങ്ങനെയാണ്, ലോകത്തിലെ എല്ലാ ഭാഷയും മനോഹരമാണ്, എന്നാൽ എന്റെ ഭാഷ പ്രിയപ്പെട്ടതാണ്. ഇത് 2 വാക്കാണ്. മുന്തിയതാണ്, പ്രിയപ്പെട്ടതൊക്കെ മുന്തിയതല്ല. എന്റെ അമ്മ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്, എന്നാൽ എന്റെ അമ്മ ഭൂമിയിൽ ഏറ്റവും മുന്തിയ അമ്മയാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പറഞ്ഞ ആരെങ്കിലും സമ്മതിച്ചു തരും. ഇതിന്റെ പേരാണ് മൗലികവാദം എന്ന് പറയുന്നത്.
പ്രിയപ്പെട്ടതൊക്കെ മനോഹരമല്ല, പ്രിയപ്പെട്ടതൊക്കെ ഉദാത്തമല്ല, പ്രിയപ്പെട്ടതൊക്കെ മുന്തിയതല്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് മലയാളം നമുക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ തീർച്ചയായും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഷയാണ്, നമ്മുടെ സ്വപ്നത്തിന്റെ ഭാഷയാണ്. എന്നാൽ മലയാളം ലോകത്തിലെ ഏറ്റവും മുന്തിയ ഭാഷയാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഉറുദുവിലെ ഗസലുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രണയഗീതങ്ങളുടെ ഭാഷ മലയാളം അല്ലാതെങ്കിലും നമുക്ക് മനസ്സിലാവും. അങ്ങനെ ധാരാളം ഭാഷകളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും. ഭക്ഷണം, എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും മുന്തിയത് ഇപ്പോഴും വിചാരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അത് എന്തുകൊണ്ടാണ്? ഭൂമിയിലെ ഭക്ഷണത്തിന്റെ വൈവിധ്യത്തെ കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തതാണ്. ഈ പ്രവാസികളായ ഇവർക്കൊക്കെ ഈ പൊന്നാനിയിലെ ഭക്ഷണം മാത്രമല്ല, പൊന്നാനിയിലെ ഭക്ഷണം മാത്രമല്ല, ശോഭ ഒക്കെ ഉണ്ടാക്കുന്ന ലോകത്തിലെ എത്ര രാജ്യങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ശോഭയോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അത് അനുഭവിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, നാട് വിട്ടു പോയാലുള്ള ഒരു ഗുണം എനിക്ക് ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞൊരു കാര്യം പറയാൻ എന്റെ ഉമ്മാനോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഉമ്മാന്റെ ഭക്ഷണമാണ് ഏറ്റവും മുന്തിയതെന്ന് പറയുന്നതാണ് ഉമ്മാക്ക് ഇഷ്ടം. പക്ഷെ ഉമ്മാനെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ചുകൊണ്ട് പതുക്കെ ഉമ്മാനെ പിണക്കാതെ ഞാൻ പറയാറുണ്ട്, ഉമ്മ നമ്മുടെ ഭക്ഷണമാണ് ഭൂമിയിൽ ഏറ്റവും മോശം ഭക്ഷണം. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് വാരി തിന്നുന്നത് നമ്മളാണ്. അനാരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഒരു വലിയ വിളനിലമാണ് കേരളം എന്ന് തിരിച്ചറിയാൻ നിരക്ഷര കുക്ഷികളായ അഫ്ഗാനികളുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അല്ലെ, പൂൽ തമീസ് എന്നൊക്കെ പറയുന്നത് എത്ര ആരോഗ്യകരമാണ്. വളരെ കുറച്ച് കഴിച്ചാൽ മതി. എത്രയേറെ കലോറിയാണ് അത് കിട്ടുന്നത്. 2 ചാക്ക് സിമെന്റ്, നമ്മളവിടുത്തെ ചാക്കല്ലോ, 200 കിലോ ആണ് 2 ചാക്ക് സിമെന്റ്. അത് ഏറ്റിക്കൊണ്ട് 8, 10, 20 നിലയിലേക്ക് കയറി പോകുന്നത് കാണണം. അപ്പോഴാണ് ആരോഗ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. ഞാൻ പറയുന്നത്, പ്രവാസം നമ്മുടെ ഉള്ളിലെ മൗലികവാദത്തെ തള്ളിക്കളയുന്നു എന്നാണ്. ഞങ്ങളുടെ ഓണാഘോഷം, സൗദി അറേബ്യയിൽ ഓണാഘോഷം നടത്തിയതിന് പോലീസ് പിടിച്ച അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ട്. പക്ഷേ അവിടെ ഓണാഘോഷം എങ്ങനെ നടക്കുന്നു? ഞാൻ ഒരിക്കലും ആദ്യമായിട്ട് സൗദിയിൽ ചെന്ന കാലത്ത് ഓണാഘോഷത്തിന് അവിടുത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് കല്യാണ മണ്ഡപത്തിൽ പറയുന്ന പേരാണ്. ഇസ്രായേൽ ഓണാഘോഷം നടക്കുമ്പോൾ എന്റെ കയ്യിൽ, ഞാൻ അധ്യാപകനാണ്, ഞാൻ അന്ന് ഇന്ത്യൻ എംബസി സ്കൂളിൽ അധ്യാപകനാണ്. അപ്പൊ എന്റെ കയ്യിൽ ഒരു കടലാസ് തന്നിട്ട് സംഘാടകർ പറഞ്ഞു, മാഷി പൂക്കളങ്ങൾക്കൊക്കെ മാർക്കറ്റ് കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടത്, സൗദി അറേബ്യയിൽ പൂക്കൾ ഇത്രയേറെ 10-40 പൂക്കളങ്ങൾ തീർക്കാൻ എവിടുന്നാണ് പൂവ് എന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർത്തു. അപ്പൊ ചെന്ന് നോക്കുമ്പോ പൂവ് കൊണ്ടല്ല പൂക്കളം എന്നെനിക്ക് ആദ്യമായിട്ട് മനസ്സിലായി. പൂക്കളം തീർക്കാൻ പൂവ് വേണം എന്നത് മലയാളിക്ക് അന്ധവിശ്വാസമാണ്. തമിഴ്നാട്ടിൽ നിന്ന് പൂവണ്ടി വന്നില്ലെങ്കിൽ എന്ത് ഓണം എന്ന് വിലപിക്കുന്ന കുറെ അമ്മമാരെയും സഹോദരിമാരെയും എന്റെ സഹപ്രവർത്തകരായ ടീച്ചർമാരെയൊക്കെ എന്നും ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി അതിന്റെ ഒരു ആവശ്യമില്ല. അവിടെ ഈ നമ്മുടെ മാവുണ്ടല്ലോ, അരിമാവില് ചായ കലക്കിയാൽ നല്ല പൂക്കളം ഉണ്ടാക്കാൻ പറ്റും. ഈർച്ചപ്പൊടി, വിവിധങ്ങളായ ഈർച്ചപ്പൊടികൾ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്ന മരങ്ങളുടെ പൊടികൾ മനോഹരമായ നിറങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരുഭൂമിയിലെ മണ്ണ് വ്യത്യസ്തങ്ങളായ കളർ വിഭവങ്ങളുള്ള മണ്ണാണ്. അതുകൊണ്ട് അങ്ങനെ കളങ്ങൾ തീർക്കും. അന്ന് എനിക്ക് മനസ്സിലായ ഒരു വലിയ പാഠം കൂടി ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ പൂക്കളം ഉണ്ടല്ലോ, അത്തപ്പൂക്കളം, അത് പൂക്കളില്ലാത്ത നമ്മുടെ കാട്ടിലും വീട്ടിലും ഒന്നും പൂക്കൾ വിരിയാത്തൊരു കാലം വന്നാലും ഓണപ്പൂക്കളം വിരിയും. അതിന്റെ കാരണം ആ പൂക്കൾ വിരിയുന്നത് മണ്ണിലല്ല, അത് നമ്മുടെ മനസ്സിലാണ്. ഗൾഫ് പ്രവാസവും മലേഷ്യൻ പ്രവാസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ജീവിക്കാൻ നിവൃത്തിയുള്ളവരാണ് പോയത്. ഒന്നുകിൽ അവരുടെ സമ്പാദ്യ മോഹം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സാഹസികത കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള ക്രേസ് കൊണ്ടൊക്കെ പോയതാണ്. പക്ഷെ ഗൾഫിലേക്ക് പോയത് അങ്ങനെയല്ല, ജീവിക്കാൻ വേണ്ടി പോയതാണ്. ആ 2 വ്യത്യാസമുണ്ട്. ജീവിക്കാൻ വേണ്ടി നാട് വിട്ട ഗൾഫ് പ്രവാസികളാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ വികസനത്തിൽ പ്രവാസികൾ വഹിച്ച പങ്ക് ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സലാം അലൈക്കുമിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഗൾഫിലെ കേരളത്തെ പോറ്റാൻ കേരളീയരെ ഗൾഫിൽ എത്തിച്ചത് 2 പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ്. അതിലൊന്ന് നമ്മുടെ ഭൂപരിഷ്കരണമാണ്. ഭൂപരിഷ്കരണം വന്നപ്പോൾ 1900 ഇപ്പൊ ഭൂപരിഷ്കരണത്തിന് 50 വർഷം പൂർത്തിയായ കാലമാണ്. ഗൗരിയമ്മ തൊട്ട് അച്യുതമേനോൻ വരെയുള്ളവർ പൂർത്തിയാക്കിയ ഒരു വലിയ സാമൂഹിക വിപ്ലവത്തിന്റെ പേരാണ് ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണം വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് 27 ലക്ഷം മനുഷ്യരാണ് നട്ടലിൽ നിവർത്തി നിന്നത്. നട്ടലിൽ നിവർത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്നാണ് മനുഷ്യനെ, അന്ന് ചെറുകാട് മാഷ് പറയുന്നുണ്ട്, മലയാളത്തിൽ തന്റെ ഇടം എന്ന വാക്കുണ്ടായത് 1957 ഏപ്രിൽ മാസം 12-ാം തീയതി എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം സ്വന്തമായി തന്റെ ഇടം എന്ന വാക്കിന്റെ അർത്ഥം തന്റെ ഇടമാണ്. ചവിട്ടി നിൽക്കാൻ ഒരു തുണ്ട് മണ്ണില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് ചവിട്ടി തലയുയർത്തി നിന്നിട്ടില്ല. അത് ഈ പലസ്തീനികളോട് ഇടപെട്ട് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് എന്തുകൊണ്ടാണ് വ്യക്തിത്വം ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് അവർ ആർജവം ഇല്ലാതെ പോകുന്നത് എന്ന് പലസ്തീനികളോട് ആഗോള രാഷ്ട്രീയത്തിൽ ഐക്യപ്പെടുന്നവർ തന്നെ തിരിച്ചറിയും. വ്യക്തിത്വത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു തുണ്ട് മണ്ണില്ലാത്തവർ. എന്നോട് എത്രയോ പലസ്തീനികൾ വിലപിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒരു തുണ്ട് മണ്ണുണ്ട്, നിങ്ങളെ കാത്തിരിക്കാൻ ഒരു നാടുണ്ട്. പക്ഷേ ഞങ്ങൾ ജോർഡാനിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഒരു സാക്ഷ്യപത്രവുമായിട്ട് വന്നതാണ്, ഞങ്ങൾക്ക് പോകാൻ ഒരു ഇടമില്ല എന്ന് പറയാറുണ്ട്. ഞാൻ പറയുന്നത് ഭൂപരിഷ്കരണമാണ്. ഭൂപരിഷ്കരണത്തിൽ 10 സെന്റെങ്കിലും ഭൂമിയുടെ ഉടമയായപ്പോൾ, ആ ഉടമകളായപ്പോഴാണ് 2 സെന്റും 3 സെന്റും ഒക്കെ പണയപ്പെടുത്താനും വിൽക്കാനും ഒക്കെ അവസരം ഉണ്ടായത്. വിസ സംഘടിപ്പിക്കാനും പാസ്പോർട്ട് സംഘടിപ്പിക്കാനും സാധിച്ചതാണ് ഒരു കാര്യം. 2,
മൊറാർജി ദേശായി ഗവൺമെന്റ്, ഇന്ദിരാഗാന്ധിയുടെ പതനത്തിന് ശേഷം മൊറാർജി ദേശായി ഗവൺമെന്റ് മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധങ്ങൾ, വിദേശ ബന്ധങ്ങൾ ഉദാരമാക്കാനുള്ള തീരുമാനമെടുത്താണ് രണ്ടാമത്തെ കാരണം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പ്രവാസത്തിന്റെ ഫലങ്ങൾ. എന്തിനാണ് സലാം വിദേശത്ത് പോകാൻ ശ്രമിച്ചത് എന്ന ചോദ്യത്തിന് സലാം പറയുന്ന ഉത്തരം, ആ ശ്രമത്തിനിടയിലാണ് അദ്ദേഹം ദില്ലിയിൽ ചെന്നപ്പെട്ടത്. ആ ശ്രമം പരാജയപ്പെട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. ആ ദില്ലിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ പുസ്തകം. എനിക്ക് തോന്നുന്നു സലാമിന്റെ പ്രവാസം എഴുതിയിട്ടേ ഇല്ല, ആരംഭിച്ചിട്ടേ ഇല്ല. സലാമിന്റെ പ്രവാസ ശ്രമങ്ങൾ മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ദില്ലിക്കാരൻ തീർച്ചയായും പ്രവാസമാണ്. എന്ത് കാര്യത്തിന് ഇവിടെ അടിയൊടിക്കപ്പെട്ടവൻ പ്രവാസിയാണ്, നാട് കടത്തപ്പെട്ടവൻ പ്രവാസിയാണ്, ജോലി തേടി നാട് വിട്ട് വീട് വിട്ട് കഴിയാൻ നിർബന്ധിതരായ എല്ലാ മനുഷ്യരും പ്രവാസികളാണ്. അതുകൊണ്ട് ദില്ലിയിൽ കഴിഞ്ഞ പ്രവാസകാലം മാത്രമേ സലാം എഴുതിയിട്ടുള്ളൂ. സലാം ഖത്തറിൽ പോയ കാലം, പിന്നീട് എങ്ങനെയാണ് ഖത്തറിൽ എത്തപ്പെട്ടത്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ കാലത്ത് സലാമിന്റെ പിതാവ് ഖത്തറിൽ ഉണ്ടായിട്ട് പോലും സലാമിന് ഖത്തറിൽ എത്താൻ പെട്ട പാടാണ്, സലാമിന് ഖത്തറിൽ എത്താനുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ കാലമൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ പ്രവാസികൾ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയത്തെ, ഇവിടുത്തെ മതത്തെ, ഇവിടുത്തെ സാമൂഹ്യ സ്ഥാപനങ്ങളെ, ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ ഒക്കെ വലിയ തോതിൽ പരിപോഷിക്കുന്നു. സലാം എന്തിനാണ്? സലാം ദില്ലിയിലെ അവന്റെ ഏജന്റിനോട് പറയുന്നുണ്ട്, ദാസപ്പനോട് പറയുന്നുണ്ട്, എനിക്ക് 5-6 പെണ്ണന്മാർ എന്നെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ തിരിച്ചു പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരു വലിയ വ്യത്യാസമാണ്. ഞാൻ സൗദിയിൽ 2003 ഞാൻ സൗദി അറേബ്യയിൽ ചെന്ന കാലത്ത് ഈ വ്യാഴാഴ്ചകളിൽ പല കൂട്ടുകാരുടെയും മുറികളിൽ ചെല്ലുമ്പോൾ അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. നളന്മാരാണ്, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നേരം പുലരുമ്പോൾ അവരുടെ കഥ കേൾക്കാൻ കാതുകെട്ട് കൊടുക്കണം. അതൊരു വല്ലാത്ത കഥയാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രവാസിയും സഞ്ചരിക്കുന്ന കഥാസാഗരങ്ങളാണ്. ഈ സലാമിന്റെ ഒരു പ്രത്യേകത, സലാമിനെ ഇങ്ങനെയെങ്കിലും ഇത് എഴുതാൻ പറ്റി എന്നുള്ളതാണ്. പ്രവാസികളുടെ ഒരു സങ്കടം എഴുതപ്പെടാത്ത അനുഭവങ്ങളുടെ സാഗരങ്ങളാണ്, കഥകളുടെ സാഗരങ്ങളാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, മലയാളികളായ പ്രവാസികളുടെ അനുഭവത്തിന്റെ 1000-1 പോലും ഇപ്പോഴും എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു സൗകര്യം എന്ന് വെച്ചാൽ നേരം വിളിക്കുമ്പോൾ അവരുടെ ദുരിതങ്ങളുടെ കഥ പറയും, അവരുടെ രക്ഷയുടെ കഥ, സാഹസികമായ കഥകൾ, ഇങ്ങനെയുള്ള സലാം എഴുതിയതുപോലുള്ള അനുഭവങ്ങളൊക്കെ അവരെങ്ങനെ പറഞ്ഞുകൊള്ളു. ആ കഥകളുടെ കൂട്ടത്തിൽ ഞാൻ ഒടുവിൽ ചോദിക്കും, എത്ര കൊല്ലമായി വന്നിട്ട്? അത് 25 കൊല്ലമായി മാഷെ. അപ്പൊ തിരിച്ചു പോയിക്കൂടെ എന്ന് എനിക്ക് ചോദിക്കാം. കാരണം ഞാനിവിടെ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് ലീവ് എടുത്ത് എന്നതാണ്, എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ. അപ്പോ ഇവര് പറയുന്ന ഉത്തരം ഉണ്ടായിരുന്നു അന്ന്. ഞാൻ 15 കൊല്ലം മുമ്പ് കേട്ടതാണ്. അന്ന് പറയുന്ന ഉത്തരം, എനിക്ക് 4 പെൺമക്കളാണ്. മാത്രമല്ല ആദ്യം പറയുന്ന 4 പെങ്ങന്മാരാണ്. അവരുടെ കല്യാണം ഏതാണ്ട് തീർന്നു വരുന്നേ ഉള്ളൂ. ഒരാളും കൂടി കഴിഞ്ഞു. അപ്പോഴേക്ക് എന്റെ മക്കൾ വളർന്നു വരുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇത് ഒരിക്കലും തീരുവില്ല. അത് കഴിയുമ്പോൾ അവരുടെ വീട് വെക്കണം. ഒരു കെണിയാണ്, ട്രാപ്പാണ് പ്രവാസം എന്ന് പറയുന്നത്. ഒരിക്കലും രക്ഷപ്പെടില്ല. രക്ഷപ്പെടലേ നമ്മുടെ ആളുകൾ ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വന്നതിന്റെ പിറ്റേന്ന് എന്നെ വന്നു എന്നാ പോണ് അടുത്ത ചോദ്യം. അതുകൊണ്ടാണ് പറഞ്ഞയച്ചേ തീരുമെന്നാണ് പ്രവാസികളെ കുറിച്ചുള്ളത്. മാത്രമല്ല പോകാൻ നോക്കി നിൽക്കുകയാണ്, വെട്ടി മാറ്റാൻ. വോട്ടർ പട്ടികയിൽ വെട്ടി, റേഷൻ കാർഡിൽ വെട്ടി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിലൊക്കെ എംബസികളിൽ പോയാൽ പട്ടിണി പാവങ്ങളായ അവരുടെ പൗരന്മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യക്കാർക്ക് ഇപ്പോഴും പറ്റില്ല. നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ജീവിക്കുകയാണ്. നമ്മൾ ഏറ്റവും പുതിയ ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്യന്താധുനിക സൗകര്യങ്ങളുടെ രാജ്യത്ത് നമ്മൾ ഡിജിറ്റലായി വലിയ മുന്നേറിയിരിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ നാട് വിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് വോട്ട് രേഖപ്പെടുത്താൻ മാത്രം ഇപ്പോഴും നമ്മുടെ കയ്യിൽ സൗകര്യമില്ല. അതുകൊണ്ട് പ്രവാസിക്ക് വോട്ടില്ലാതിരിക്കുകയാണ്. ഇങ്ങനെ വെട്ടിമാറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രവാസിയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതൊക്കെ സഹിക്കാമെന്ന് പ്രവാസി യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന പ്രവാസി ഈ നാടിന് ചെയ്ത സംഭാവനകൾ ഈ പറഞ്ഞതൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറത്താണ്. ഞാൻ പോരാൻ കാലത്ത് 2013 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാൻ കാലത്ത് റിയാദിൽ പല കൂട്ടായ്മകളിലും പങ്കെടുത്തപ്പോ ഞാൻ പലരോട് ഇതേ ചോദ്യം ചോദിച്ചു, എന്താ തിരിച്ചു പോകാറായില്ലേ? അപ്പൊ 10-30 കൊല്ലമായില്ലേ, തിരിച്ചു പോയിക്കൂടെ, ഇനി ശിഷ്ടകാലം നാട്ടിൽ ജീവിച്ചൂടെ? അന്ന് അവർ പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ ഞെട്ടിച്ചു. തിരിച്ചു പോകാൻ നേരമായിരുന്നില്ല, തിരിച്ചു പോകാൻ 40 കൊല്ലമായിരുന്നു, ഇപ്പോഴും പോകുന്നില്ല. അപ്പോ അത് 2 തരത്തിലൂടെ നിന്ന് പോകും. സേഫ് സോണിലാണെങ്കിൽ നിന്ന് പോകാൻ തോന്നും. നാട്ടിലെ ദുരിതം തീർന്നിട്ടില്ലെങ്കിലും നിന്നേ തീരുമെന്ന അവസ്ഥ വരും. 2 തരത്തിലും ആ ട്രാപ്പിലാണ്. അപ്പോ എന്നോട് പറഞ്ഞ മറുപടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വ്യത്യാസമാണ്. അതിന് പക്ഷേ പ്രവാസം നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സ്വാധീനം അതാണ്. ഞാൻ ചോദിച്ച പലരും എന്നോട് പറഞ്ഞത്, പക്ഷേ എൻ്റെ മൂത്ത മോള് MSc മൈക്രോബയോളജി പഠിക്കുകയാണ്, രണ്ടാമത്തെ മോള് എഞ്ചിനീയറിംഗിന്റെ 4ാം സെമസ്റ്ററിന് പഠിക്കുക. സെമസ്റ്റർ ഒന്നും ഈ സാധനം വഴങ്ങിയിട്ടല്ല, പക്ഷേ ഇതെന്തോ വിദ്യാഭ്യാസം എന്നത് കുട്ടികളെ കെട്ടിക്കാനായി നാട് വിട്ട് പട്ടിയെ പോലെ പണിയെടുക്കുക എന്ന അവസ്ഥയിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കാനായി കഷ്ടപ്പെടുക എന്ന മാനസികാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് നമ്മുടെ പെൺകുട്ടികൾക്കാണ്. വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ പെറ്റു വളർത്തുന്ന മക്കൾ നാളെ കാണാനിരിക്കുന്നു ഈ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ. അത് ഉണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. വിവരമുള്ള അമ്മമാരുടെ മക്കൾ ഈ നാട്ടിൽ ഉണ്ടാക്കുന്നത് അവർ ശമ്പളം വാങ്ങിക്കൊണ്ടുവന്നാണല്ല, സംസ്കാരത്തിൽ, അവബോധത്തിൽ,
ഒക്കെ അവർ ഈ നാട്ടിന്റെ സാമൂഹിക വിപ്ലവത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ വിപ്ലവമായിരിക്കും അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രവാസത്തെക്കുറിച്ച് ഇനിയും പഠിക്കുകയും പ്രവാസത്തെ ഇനിയും കാണുകയും വേണം. ഇവിടുത്തെ സെലിബ്രിറ്റിയാണ് സുരേഷിന്റെ പോയി തോന്നുന്നു. സുരേഷ് ലീഡറൊക്കെ. അപ്പോൾ 81 ഞങ്ങൾ 5ാം ക്ലാസ്, നിങ്ങൾ 10ാം ക്ലാസ്. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന സൗഹൃദവും സ്നേഹബന്ധത്തിനെങ്കിൽ ഞങ്ങൾ മുതിർന്ന ഏട്ടന്മാരൊക്കെ എന്തെങ്കിലും കുറ്റങ്ങളാണ് പ്രദർശിക്കുന്നത്. അതിന് സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരുന്നു. കാരണം സ്വന്തം അച്ഛന്മാരെ പോലെ തന്നെയാണ് ഇവരൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന 2 ഇത്തമാര് അവർ ശരിക്കും ഒരു മോനെ പോലെയാണ് കാരണമുണ്ട്. പക്ഷെ ഇന്നത് പോയി. കാരണം ഈ പുസ്തകത്തിൽ തന്നെ സലാത്ത് പറയുന്നുണ്ട്, ഡൽഹിയിലൊരു സ്ത്രീ നിന്ന് തത്തുമ്പോൾ കാഴ്ചക്കാരെ നോക്കി നിൽക്കും. ഇവരൊരു കൂട്ടം ചെന്നതിന് ശേഷമായി രക്ഷപ്പെട്ടു. അപ്പോ ആ കാലഘട്ടത്തിൽ ഞാൻ ഇന്നലെ ഒരു പരിപാടിയിൽ കാര്യത്തിൽ പറഞ്ഞത്, ഇപ്പോ സ്കൂളിൽ വിട്ട് പോകുമ്പോൾ ഈ മഴ നനഞ്ഞ് നമ്മൾ പോകുമ്പോൾ കൂടെ കൂട്ടുകാരിപ്പോൾ നമ്മൾ ഏതെങ്കിലും അന്ന് മതിലൊന്നുമില്ലാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും. എവിടെയും മതിലൊന്നുമില്ല, ഏത് പറമ്പിലൂടെ മറക്കാൻ ആരും ചോദിക്കുന്നില്ല, ഏത് മാറും നല്ലറിയാം. ഇപ്പൊ നമുക്ക് ആഗ്രഹമാണ് മാവ് കാര്യത്തിൽ കല്ലുന്നത്. അപ്പൊ ഓടി വന്നിട്ട് തലമുറത്തിരുത്തുന്ന ആൾക്കാരിയായ അമ്മയായിരിക്കും. അത് നമ്മളെ മാത്രമല്ല, നമ്മളെ കൂടെയുള്ള മറ്റുള്ള അപരിചിതരായ സുഹൃത്തുക്കൾ പോലും വന്നു ദേഷ്യം ചെയ്തവർക്കാണ് കാലത്തൊക്കെ. അപ്പൊ ഇതെല്ലാവരും അപരിചിതരായി പോയി. ഇപ്പൊ അടുത്ത ദിവസം ഞാൻ വൈകിട്ട് വരുന്ന സമയത്ത് ആള് വഴിയിൽ വീണ്ടും പ്രായത്തിലാണ് പല പ്രായം വളരെ നിശ്ചയത്തിൽ പോകുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു 17 തോന്നി അയാളെ നോക്കുമ്പോൾ ആളെ വായിക്കുന്ന സമയത്ത് അതിനെ വെള്ളം കൊടുത്ത് എണീറ്റ് ഈ അപ്പൊ നോക്കാണ് തമിഴനാണ്. അപ്പൊ ഇയാളെ കയ്യിൽ നിന്ന് ഇയാളെ ജാമ്യത്തിൽ നിർത്തിക്കൊണ്ട് ഏതൊരു പഠിക്കാത്ത തമിഴ് കുറച്ച് പൈസ ലോൺ എടുത്തില്ല. എന്നിട്ട് 2 ദിവസം വിളിച്ച് പറഞ്ഞ് പൈസ കഴിയാണ് വന്ന് ഇന്നലെ വിളിക്കുന്നത് പൈസ പലിശക്കെടുത്ത ആളുകൾ ഒരുപാട് ശല്യം ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് അവസാനം പറഞ്ഞ പൈസ വന്നിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇയാളിവിടെ വന്നതിന് ശേഷം ഫോണിൽ നോക്കുമ്പോൾ ഫോൺ വെച്ച് പറഞ്ഞു. അപ്പൊ ഇയാളെ കയ്യിൽ പോകുന്നത് തിരിച്ചു പോകുമ്പോൾ ഈ കടം കൊടുക്കാളാണ് കിട്ടിയ പൈസ കൊണ്ട് തിരിച്ചു പോവാം, ബസ്സിൽ പൈസ കൊടുക്കാൻ വിചാരിച്ച് വന്നു നോക്കുമ്പോൾ ഇയാളെ കാണാനല്ല, പൈസ ഇല്ല. എന്നിട്ട് അയാൾ താഴ്ച മറിഞ്ഞോടെ വഴിയിൽ വീണില്ല. എന്നിട്ട് അപ്പൊ ആൾക്കാരുടെ പ്രായത്തിൽ ഒരാൾ പ്രത്യേകിച്ച് കിടക്കുന്നതാണ്. അപ്പോ പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഏതെങ്കിലും ഭാഗത്ത് എങ്ങനെയെങ്കിലും നമ്മൾ കാലത്ത് നോക്കുന്ന ആളുകളൊക്കെ ചെയ്തിരുന്ന ആ സ്നേഹം അതൊക്കെ വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാഷ് പറഞ്ഞ പ്രവാസത്തെ കുറിച്ചുള്ള സംഗതി 50കളാണ് ആ പ്രവാസം തുടങ്ങുന്നത്. പ്രവാസികളെ വിളിച്ചിരിക്കുന്ന പേരാണ് റഫീഖ് എന്ന് വിളിക്കും. അപ്പോ എന്റെ സുഹൃത്ത് ബഷീർ വിളിക്കും. ബഷീറിന്റെ പറഞ്ഞ കാര്യം വെച്ചിട്ട് 50കളാണ് ഇവിടെ കമ്മ്യൂണിസം. റഫീഖിന്റെ വ്യക്തമായ കൃത്യമായ അർത്ഥം വെച്ചെങ്കിലും സഖാവ്. അപ്പോ ഈ 50കളിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം വരികയും കുറെ മലയാളികൾ ഗൾഫിലേക്ക് വരുന്നത് പറഞ്ഞിട്ട് പരസ്പരം പറഞ്ഞിട്ടാണ് കേരളത്തിൽ നിന്ന് മലബാറിൽ റഫീഖിനോട് വരുന്നു. പിന്നെ അത് സ്ഥിരമായിട്ട് ആ പേരായി. പിന്നെ ഈ പുസ്തകത്തിന് എനിക്ക് താല്പര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റഷീദ് പാലക്കലിന്റെ ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നം. അത് റഷീദ് 2 വർഷത്തോളം അല്ലെങ്കിൽ റഷീദാണ് നടത്താൻ. അത് റഷീദ് സ്വന്തം അദ്ദേഹത്തിന് തന്നെയാണ് എഴുതുന്നത്. അളിയൻ വിസ കൊടുത്തിട്ട് ഒരു അലയിലെ ഒരു തോട്ടത്തിൽ കൊണ്ടാക്കി 2.5 വർഷമുള്ള മനുഷ്യന്റെ തോട്ടത്തിൽ തക്കാളി കൃഷിയാണ്. തക്കാളി യാതൊന്നുമില്ല. അവിടെയുള്ള പഴഞ്ചൊല്ലി ഒരു ഫോണുണ്ട്, ഒരു ലാൻഡ് ലൈൻ ഫോണുണ്ട്. ആ ഫോണ് പിന്നുള്ളത് കേസറ്റ് റിലീസ് ചെയ്യാറുണ്ട്. 2 അതുപോലെ ഇത്ര 15 മാസം കേട്ടിരിക്കുന്നത് മലപ്പൊടി പോലെയുള്ള പാട്ടാണ്. എനിക്ക് ആഗ്രഹം സിംഗിളായിട്ട് ഗായകരായിട്ടുള്ള പാട്ടൊന്നും അത് പാടാണെങ്കിൽ ദില്ലിക്ക് അത് പുറത്തു വരാൻ ക്രിസ്ത്യാനിയെ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ വെള്ളം, പിന്നെ ഈ റഷീദിന്റെ തോട്ടത്തിൽ വെള്ളം പിന്നെ വാട്ടർ അടിക്കാൻ വേണ്ടി പോകുന്നത്. വെള്ളത്തിലല്ല, ഈ വെള്ളം വാട്ടർ സപ്ലൈ പോകുന്ന പാകിസ്ഥാനി ഒരു റേഡിയോ ഉണ്ട്. അന്നാണ് അറിയാം കേൾക്കുകയും പിന്നെ വൈദ്യുതിയുടെ റേഡിയോ ഏഷ്യ തുടങ്ങിയ കാലത്ത് ഇയാള് പിന്നെ റേഡിയോ മലയാളം ചാനൽ കേട്ടത്. അങ്ങനെ ലോകമായിട്ട് ഇയാൾ സംബന്ധിക്കും. അപ്പൊ ലാൻഡ് ലൈൻ ഉണ്ട്. അപ്പൊ എപ്പോഴും പിന്നെ ലൈവ് പരിപാടികൾക്ക് റേഡിയോ ഉണ്ടാവും. അപ്പൊ റഷീദ് റേഡിയോയിൽ വിളിക്കും. ഇയാളുടെ ആവേശത്തിലുള്ള വിളി അത് പലതും ഇപ്പോഴും ആ സിനിമയായിട്ടുണ്ട്. ആ സിനിമയിൽ റഷീദിന്റെ സംസാരം സെമീറിന്റെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിജയിച്ചിട്ടുണ്ട്, കുറെ വിജയിച്ചിട്ട് എഴുതി വന്നിട്ടുണ്ട്.
അങ്ങനെ ഇദ്ദേഹം ലോകത്തോട് സംവദിക്കുന്നത് ഈ റേഡിയോയിലൂടെയാണ്, ഈ ലാൻഡ് ഫോണും റേഡിയോയും. ഇങ്ങനെ അവിടെയുള്ള ആ ജീവിതം ഇദ്ദേഹം എഴുതിയാണ് തക്കാളി കൃഷിക്കാരുടെ സ്വന്തം. ഇത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് പിന്നെ ഈ റഷീദിന്റെ ആ പുസ്തകത്തിന്റെ ഓർമ്മ വന്നു. കാരണം കുറച്ചു കാലം ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഉണ്ടാവില്ല, അതുപോലത്തെ അനുഭവം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ആടിയിലൊക്കെ സൃഷ്ടി ഇതിന്റെ നൈർമല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ഇതിന്റെ പ്രതിപാദിക്കുന്നത്. ഇതിന് വാക്കുകൾ എനിക്ക് ആശ്രയമില്ല. എന്റെ പുസ്തകം ഒന്നാണെങ്കിൽ പോലും പിന്നെ സലാംകാരെ കുറിച്ച് കുറെ കഥകൾ ഞാൻ പുസ്തകത്തിൽ വരുന്നുണ്ട്. സമയം കിട്ടുന്ന സമയത്ത് എനിക്ക് അറിയുന്നുണ്ട്. ഇതിൽ വേറെ തമാശ സാധനം, കാരണം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ടല്ലോ, ഈ നമ്മളെ കാലത്തുണ്ടായില്ല തേച്ചിട്ട് പോവാന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ ഇസ്തിക്കാരിയായ ജൂനിയർ രേഖയെ തേച്ചിട്ട് വന്ന ഒരാളാണ് സലാംക. രേഖയോട് അതിന്റെ പേര് പറയുന്നില്ല, ഇസ്തിരിക്കാരിയാണ്. പൂരിക്ക് അമ്മയുടെ മകളായ ഇസ്തിരിക്കാരി രേഖ. ആ രേഖയോട് യാത്ര പോലും പറയാതെയാണ് സലാംക പോരുന്നത്. ഇതിന്റെ ഫസ്റ്റ് തേപ്പ് നടത്തിയ ആള് സലാംകയാണ്. പിന്നെ ഇതില് ശരിക്കും പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിട്ട് സിനിമയൊക്കെ പറ്റിയ സാധനമാണ്. കാരണം ഇതില് പ്രണയമുണ്ട്, സംഘടനകളുണ്ട്, നൊസ്റ്റാൾജിയ ഉണ്ട്, തിരിച്ചുപോക്കുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂടിക്കലർന്ന് നല്ലൊരു ചലച്ചിത്രത്തിന്റെ ആസ്വാദനത്തോടു കൂടെ ഞാനിത് വായിച്ചത്. അപ്പൊ തീർച്ചയായും സലാംകാരിൽ നിന്ന് ഇനി നമുക്ക് ഒരുപാട് അനുഭവങ്ങളല്ലാത്ത ഫിക്ഷനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. പക്ഷെ എനിക്ക് ഇന്ന് ഉണ്ടായ സൗഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അഹമ്മദ് മാഷ് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സാധനത്തിൽ ഡിവൈസിലാണ് മാഷ് കേൾക്കാറ്. എനിക്കിഷ്ടമാണ് ഈ വിവാദങ്ങൾ. ഇന്ന് തന്നെ ചിരിയാമിന്റെ കൊണ്ടുവന്നിരിക്കാൻ പറ്റുന്നത്. അല്ല, അത് മരുഭൂമിയുടെ സൗന്ദര്യം എനിക്കുണ്ടെങ്കിൽ അത് 100% എന്നോട് യോജിക്കില്ല. കാരണം നജീബിന്റെ കഥ ബെന്യാമിൻ നോവലാകുമ്പോൾ അതൊരു ഡോക്യു ഫിക്ഷൻ പോലെയാണ്. പക്ഷെ മരുഭൂമിയുടെ സൗന്ദര്യം നമ്മൾ നിലാവിനെ പറ്റി എങ്ങനെ എഴുതിയെങ്കിൽ ആ ബേസിക് സാധനം. അതുപോലെ തന്നെ മരുഭൂമിയെ പറ്റി എഴുതുമ്പോൾ ലിയോപോളിസ് മുഹമ്മദ് അസദ് പിന്നെ എഴുതിയ റോട്ട് മക്കയാലാണ് ഏറ്റവും മനോഹരമായ മരുഭൂമിയെ പറ്റി പറയുന്നത്. ഞാൻ വായിച്ച 2 പുസ്തകം നല്ല ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പാവങ്ങളാണ്, വിക്ടോറിയയുടെ പാവങ്ങൾ, പിന്നെ റോട്ട് മക്ക. പുസ്തകങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോലും വിക്ടോറിയയുടെ പാവങ്ങൾ വായിച്ച സംഭവം ഞാൻ സ്കൂളിൽ 12 വർഷം നമുക്ക് കാണിച്ചു. അതിന്റെ ആവശ്യം മുതൽ ലൈബ്രറി പോയപ്പോൾ പരിപാടി സാധ്യമില്ല. കാരണം പഠിച്ച 2 പുസ്തകം പഠിക്കാൻ തിരിച്ചായി. പിന്നീട് ഇഷ്ടപ്പെട്ട് വായിച്ചാലും രാമാഷാണ് പുസ്തകം തരുന്നതും. ആ ആവേശം മൂന്നിട്ട് പാരീസിൽ വിക്ടോറിയയുടെ വീട്ടിൽ വരെ പോയി. അവിടെ പോയി ഒരു ദിവസം വീഴ്ച മ്യൂസിയം നടക്കും. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ സ്വാധീനിക്കുന്ന സാധനങ്ങൾ ഈ ഞങ്ങൾ ശാഖാഗ്രന്ഥാലയമുണ്ട്. അതിനെ കുറിച്ച് ആ പരിസരത്താണ് സലാംകാരൻ ബാല്യകാലം കൗമാരകാലം എന്ന് പറയുന്നത്. ഇങ്ങനെ കമ്മിറ്റി ഉണ്ട്, അതുകൂടെ പറയാം. അധ്യക്ഷൻ പുറത്തു പോകുന്നത് അശോക് എന്നെ നേരിട്ടല്ലെങ്കിൽ എനിക്ക് അശോകാന്റെ അവിടെ പിന്നെ ഈ നവരാത്രി കാലത്തും അത് പവർ കട്ടിലൊക്കെ സമയം ഒരുപാട് പവർ കട്ടുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴത്തോളം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് എല്ലാ ഇരുട്ട് മുക്കിലും മെഴുകുതിരി കത്തിച്ചു. പിന്നെ നവരാത്രി ആകുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ബാംഗ്ലൂസ് അവിടെ ഗുജറാത്തി ഏരിയ ഉണ്ടാവാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാമൂഹ്യ വിരുദ്ധരുടെ നിന്ന് ഇവരൊക്കെ പെൺകുട്ടികളൊക്കെ രക്ഷിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്ത് അന്നെ നന്മമാരാണ്. ആ നന്മമാരെല്ലാം നന്മമാരാണ് സലാംകാർ. ഇവര് ടീമിലാണ് സാബിക്ക, സാദിക്ക, വഹാക്ക, ഇവരൊക്കെ കൂടെയായിരുന്നു അത് ചെയ്യുന്നത്. പിന്നെ പലരും സലാംകാർ പിന്നെ ദില്ലി പ്രവാസത്തിലായി ഓരോരുത്തർ ചെറി. പിന്നെ അത് ഏറ്റെടുത്ത് ഞങ്ങൾ ചെയ്ത് മെഴുകിയിട്ട് കാശൊന്നുമില്ല. അപ്പൊ ഈ ബസ്സിൽ ഒഴിവാക്കുന്ന കരിവരുണ്ട്. ഈ കരിവര് മേടിക്കുന്നത് അതിനകത്ത് കുട്ടുന്ന കുട്ടികളെ കൊണ്ട് തിരിച്ച് കയറ്റി ടൈറ്റാക്കി കത്തിച്ചു കൊടുക്കും. അങ്ങനെ ആ 2 കമ്മിറ്റികൾക്കുണ്ടാക്കി വിളക്ക് കമ്മിക്കുന്ന നാട്ടിലുണ്ട്. വിളക്ക് കമ്മിറ്റി നടത്തുന്നത് ആ പിന്നീട് കലിബർമാനാണ് ആ പേര് മാറ്റുന്നത് വന്നിട്ട് ഞങ്ങൾക്ക് ദേശം ഉണ്ടാക്കുകയും അത് ഗംഭീരമായി നടത്തുകയും അതിന്റെ 3ാം അവസരം ഞാൻ പ്രവാസത്തിലേക്ക് പോയി അങ്ങോട്ട് പോയി. അപ്പൊ അന്ന് ഞങ്ങൾക്ക് മാതൃകയായ മിക്കവാറാണ് സലാംക ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും. കുട്ടിക്കാലം മുതൽ തന്നെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അയൽവാസിയായിരുന്നു. എഴുതാനുള്ള കഴിവുള്ളവരൊന്നും അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. അവര് മക്കളുള്ള ഒരു കുടുംബത്തിലത്തെ ഒരു കുട്ടിയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം പെണ്ണുങ്ങളെല്ലാവരും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. പക്ഷെ സഹജീവികളോട് വളരെ സഹാനുഭൂതി, അതേപോലെ തന്നെ അവരെ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്സും കൂടിയുള്ള ഒരു വ്യക്തി കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെ ഈ ഫീസിലെ ബ്രീഫിങ്ങിന്റെ അത്തം കമ്മിറ്റിയിലെ ഒരു ആദ്യകാലത്ത് പ്രസിഡന്റ് അറിയുന്നില്ലേ
ഇപ്പൊ പുതിയ കമ്മിറ്റിയിലും അദ്ദേഹമുണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ വീണ്ടും പരിചയം പുതുക്കുന്നതും ഇപ്പൊ ഇന്ന് ഞാനിവിടെ ഈ നിൽക്കുന്നതും. വളരെ സന്തോഷമുണ്ട് എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയെങ്കിൽ. അതേപോലെ തന്നെ നമ്മളെ സംഘടനയിലാണ് ഷാജിനിക്ക് ഇങ്ങനെ 2 എഴുത്തുകാരെ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു വിഷയമാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ കുറെ കാര്യങ്ങൾ എല്ലാവരും സംസാരിച്ചിരിക്കുന്നതാണ്. അപ്പോ നിങ്ങളൊരു ശരിക്കും ഒരു കൊല്ലം പഠിച്ച ഒന്നിച്ച് പഠിച്ചവരുടെ ഒരു കൂട്ടായ്മയും കൂടിയാണ് ഈ ഇന്നത്തെ ഈ സദസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ സലാമിന്റെ കുടുംബവും ഇവിടെ ഉണ്ട്. പുതുതായി ഇപ്പൊ അടുത്ത് കല്യാണം കഴിഞ്ഞ അമ്മയും ഈ സദസ്സിലുണ്ട്. വളരെ നല്ല രീതിയിൽ ഈ പരിപാടികളൊക്കെ കണ്ട് മനസ്സിലാക്കി വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള പുസ്തകങ്ങൾ എഴുതാൻ നമുക്കെല്ലാവർക്കും അത് വായിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് സർവശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആശംസ നൽകുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത്. 2020 നവംബർ മാസത്തിലാണ് അവിചാരിതമായി സലാമിന്റെ ഒരു കോൾ വരുന്നതും 40 വർഷം മുമ്പത്തെ ആ പരിചയം പുതുക്കുന്നതും പിന്നെ ഗ്രൂപ്പിലൂടെയുള്ള സമ്പർക്കങ്ങളും കൂട്ടുകെട്ടുകളും സല്ലാപങ്ങളും ഞങ്ങളുടെ ഇടയില് പലർക്കും തമ്മിൽ അറിയില്ലായിരുന്നു. പക്ഷെ അവരെ എല്ലാം കൂട്ടിനക്കി ഓരോ ദിവസവും എന്തെങ്കിലും ഒരു പുതിയ പ്രഭാത ചിന്തകളും വിശേഷങ്ങളുമായി എന്നും ഗ്രൂപ്പിന്റെ കാരണവന്മാരായി അഷ്റഫ് കളക്ടറിനും നമ്മുടെ സലാമും എത്തുമായിരുന്നു. അത് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഉത്തേജനമായി മാറി. സലാമിന്റെ ഈ കഥ ഓരോ രക്തമായി ഗ്രൂപ്പിൽ പറയുമായിരുന്നു. അത് വായിക്കുന്ന ഞങ്ങൾ സലാമിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം കുറച്ചു മുമ്പേ ഈ നമ്മുടെ എന്ന എഴുത്തുകാരൻ പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞുമായിരുന്നു ഒരു സിനിമയ്ക്കുള്ള മതിപ്പുതിരുണ്ട്. ആ വാക്കുകൾ കൊണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ മലയാള ഭാഷയിൽ മലയാളത്തിൽ സാംസ്കാരിക നമ്മുടെ പൊന്നാനിയാണ് സാംസ്കാരിക ഇത് ഏറ്റവും സുമാരായിക്കോട്ട് ഭാഷയ്ക്കുള്ള വേദി നവോദയങ്ങളിലെ സാംസ്കാരിക പരിപാടി പ്രാസംഗികനായി അവസരം നൽകിയപ്പോൾ പറയേണ്ടി വന്നൊരു കാര്യമാണ്. പരിപാടികൾക്ക് വൈകി വന്ന് സുമാരായിക്കോട്ട് മാഷ് ഞാനല്പം വൈകി സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമായ തൃശ്ശൂരിലുള്ള ഒരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ വൈകിയത്. അതുകൊണ്ട് ഞാൻ ക്ഷമയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുസ്തകമാണ്. എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിലേക്ക് പറഞ്ഞു, മാഷ പ്രസംഗം കേൾക്കാനാണ് ഞാനിവിടെ വന്നത്. ഒരു വലിയ പേമാരി പോലെയുള്ള മാഷയുടെ അനാഥ പ്രവർത്തനത്തിൻ്റെ ശബ്ദ സന്ദേശം ഞങ്ങളുടെ കർമ്മപുടങ്ങളിലൂടെ കയറി ഞങ്ങൾക്ക് ചില മാറ്റങ്ങളുണ്ടാകും. പക്ഷേ മാഷയുടെ ഒരു കഥ പറഞ്ഞു, തെറ്റായ ഒരു കാര്യം പറഞ്ഞു. മാഷ് അടക്കമുള്ള ആ സീനിയർമാരെ അടക്കമുള്ള ആളുകൾ കാരണം ഇപ്പോൾ കയറി വന്നത് സഹോദരങ്ങളിൽ പുതുതായി കയറി വന്നത് വലിയ കുറെ കൂടുതൽ പറയുന്ന ആളാണ് എന്ന് താഴെ പ്രവർത്തിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തെക്കില്ലാത്ത ഒരു തെക്കില്ലാത്ത മൈതാനം ഒരു തൃശ്ശൂർ പ്രയോഗം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു സ്ഥലം സംസ്കാര കേരളത്തിന്റെ തലസ്ഥാനമാണ്. എന്റെ പൊന്നാനിയാണ് സംസ്കാര കേരളത്തിന്റെ തലസ്ഥാനം. പറയുന്ന പ്രതികരണത്തിന്റെ ആവാസ കേന്ദ്രമായ ഭാരതപ്പുഴ നാട്ടുകണ്ടുമായി സ്ഥിതി ചെയ്യുന്നത് പൊന്നാനിയിലാണ്.
ലോകത്തിലെ സാഹിത്യ നമസ്വരിൽ ഏറ്റവും പ്രശസ്തരായ പൊന്നാനിക്കാരാണ്. മക്കായും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തിലുള്ള പ്രശസ്തമായ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന അതേ ഇമാമത്തിന്റെ പൊന്നാനിക്കാണ്. അതേപോലെ കേരളകാലത്ത് കേരളത്തിൽ ജനിച്ചത് എന്റെ പൊന്നാനിക്കാണ്. കുന്നംകുളത്തിലെ പോർട്ടിപ്പോൾ സൗന്ദര്യത്തിന്റെ ശരിയായ ഭൂമി ജനിച്ചത് പൊന്നാനിക്കാണ്. വെളിച്ചം ദുഃഖമാണ് അവസരമെന്ന് പാടിയ വാദകർക്കും പൊന്നാനിക്കാരനാണ്. അതേപോലെ ഒരു ഭൂതത്തെ അങ്ങേയറ്റം ഭംഗിയോടുകൂടി മലയാള സാഹിത്യത്തിലേക്ക് സമ്മാനിച്ച ഇടശ്ശേരി പൊന്നാനിക്കാരനാണ്. കേട്ടിട്ടില്ലേ കുട്ടിക്കിടന്ന് കലമ്പലുകൾ അഞ്ചില്ലാതെ ഒത്തിരി കുട്ടല വീട്ടിലെടുത്ത് കഴിയുമ്പോൾ പിത്തള ഓരോ കഴുത്തിൽ കലപിതമായിട്ട് പാട്ടുന്നത് വീട്ടിലെടുക്കൽ ഇങ്ങനെ ചാപ്പുകൾ ശരികളിലെ പാട്ടുപാടിയ ഇടശ്ശേരി പൊന്നാനിക്കാരനാണ്. ചിത്രകലാകാരത്തിൽ പ്രകൃതികളായ അർദ്ധപത്നിയും പഠിക്കുന്ന നമ്പൂതിരിയും പൊന്നാനിക്കാരാണ്. ഇങ്ങനെ ഒരു അണുറിയാത്ത മഹാപ്രവാഹം പോലെ ആളുകളില്ല തുടങ്ങി നാലാപ്പാട്ട് ബാലമണിയമ്മ മന്ത്രിക്കുട്ടി തുടങ്ങിയ ആളുകൾ ഇങ്ങനെ ഒരു വലിയ അണുറിയാത്ത പ്രവാഹം പോലെ പൊന്നാനി പ്രവാസ ലോകത്ത് പോയി ജോലി ചെയ്ത് അവരുടെ അനുഭവങ്ങൾ കൂടി എഴുതാൻ കഴിയും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ സ്ഥലം. ഞാനിവിടെ ഈ വിദ്യാലയം പഠിക്കുന്ന ഒരു ആഗ്രഹിക്കാറ് ചില അടയാളപ്പെടുത്തലുകൾ, ചില രേഖപ്പെടുത്തലുകൾ സമൂഹത്തിൽ മനുഷ്യൻ ജനിച്ചു പറ്റുന്നതിന്റെ ആവശ്യമാണ്. ഇവിടെ സലാമിനെ അടയാളപ്പെടുത്താൻ കഴിയും. പൊന്നാനി തന്റെ പ്രവാസ ജീവിതം കുറിച്ച് അനുഭവങ്ങൾ എനിക്ക് ജാഗ്രതയുണ്ട്. കാരണം പൊന്നാനി പറയുക പോയാൽ വീട്ടിൽ പോയാൽ രാഷ്ട്രീയക്കാർ സ്ഥിതിക്കാരില്ല. പക്ഷെ അവിടെ പോയാൽ കാണാൻ പേര് ഇവിടെ പേരും മനുഷ്യനെ മരിച്ചു പോകുന്ന ശ്മശാനത്തിന് പേരും പല സ്ഥലങ്ങളിൽ. കാരണം ഞാൻ ശാരീരിക വിഷയമാണ് 4 വർഷം ജനപ്രതിയുമായിട്ട് ഇവിടെ നിന്ന് നിലവാരം മനസ്സിലാണ്. ഇത്ര ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നിലവാരം എഴുതിപ്പെടുത്തുകയും അങ്ങനെ നിലവാരം ശിക്ഷയാകുമ്പോൾ തീർച്ചയായും ഒരു വിവിധ കാലഘട്ടം 40 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ തന്റെ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വെച്ച് അതൊരു പുസ്തകങ്ങളില്ല. ഞാൻ ഇങ്ങനെ വായിക്കും, വാട്സാപ്പിൽ വായിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, അഭിപ്രായങ്ങൾ എഴുതാമെന്ന് ഞാൻ കിട്ടി. വാട്സാപ്പിൽ ഗ്രൂപ്പിൽ വരുന്ന എല്ലാം വായിക്കും. പണിയായാലും ഇത് മുഴുവൻ വായിച്ചിട്ടാണ് കിട്ടുന്നത്. കാരണം അതുവരെ നമുക്ക് പണിയും. കാരണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആഫ്രിക്കാരൻ ജീവിക്കുന്നില്ല. നിങ്ങൾ നേതൃത്വക്കാരുടെ ഭക്ഷണമാണ്. എല്ലാ ആഫ്രിക്കാരും അതിനാണെന്ന് ഏറ്റവും ഉറങ്ങാൻ വേണ്ടി കഴിഞ്ഞ 40 വർഷമായിട്ട് മൊത്തം വന്നാലുണ്ട്. അതിനിടയിൽ ഈ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ പലപ്പോഴും പലരും പല കാര്യങ്ങൾ എഴുതാറുണ്ടോ, പല കാര്യങ്ങൾ ചെയ്യാറുണ്ടോ, പലരും ഒക്കെ അവരുടെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിത് വായിക്കാറുണ്ട്. സലാമിന്റെ ഓരോ അനുഭവങ്ങളും അതുപോലെ സലാമിന്റെ ജീവിതത്തിൽ യാത്രകളുണ്ടായ കഷ്ടപ്പാടുകളും ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുക നമ്മുടെ ചടങ്ങിൽ വെച്ച് അതിനെ പ്രസാദന ഉപയോഗിക്കുവാൻ കഴിഞ്ഞ സാധാരണ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലുള്ള ആളാണ് ഗോൾഡ്മാനാണ് സാർസ്. സലാമുമായിട്ട് ഖത്തറിലുള്ള 80 കൊല്ലത്തെ എന്താണ് അതിന് മുമ്പ് ഇവിടെ റീഡിങ്ങിന് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. സലാമ് പുസ്തകം എങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റിയെന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. വളരെ കുറഞ്ഞ ഒട്ടും ഫ്രീ ടൈം കിട്ടാത്തൊരു ജോലി സാധ്യതയിലാണ് അവിടെ ഗൾഫിൽ ജീവിക്കുന്നത്. രാവിലെ ഒരു 7 മണിക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം 6 മണി വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനം. ഇപ്പോൾ പൊന്നാനിക്കാരുടെ ഖത്തറിലൊരു കൂട്ടായ്മ ഉണ്ട്, അതിൻ്റെ പ്രസിഡന്റാണ്. അതിന് മുമ്പ് പല നമ്പർ അക്കായിട്ടും അതിൻ്റെ കളക്ഷൻ പിരിക്കാനൊക്കെ ആയിട്ടുള്ള വൈകുന്നേരങ്ങളിൽ യാത്രയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ എപ്പോഴാണ് സമയം കിട്ടുക എന്നുള്ളത് സമയം ഉണ്ടാക്കിയെടുക്കലാണ്. നമുക്ക് എല്ലാവർക്കുള്ള പ്രശ്നം സമയം ഉണ്ടാവില്ല എന്നാണ്. അതിനൊരു മാതൃകയായിട്ടാണ് ഞാൻ സലാമിനെ കാണുന്നത്. എത്ര കാര്യത്തിൽ ആണെങ്കിലും ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്തല്ലോ അതിന് എല്ലാവിധ ആശംസകളും ഖത്തറിലെ പൊന്നാനിക്കാരുടെ കൂട്ടായ്മയുടെ ഭാഗത്തുനിന്ന് ഞാൻ അറിയിക്കുന്നു. അമ്പസാറിന്റെ ഒരു കടലാണെങ്കിൽ അതുപോലെ സാധ്യതയ്ക്കുന്ന പ്രഗത്ഭനായ വ്യക്തികളെ ഒരു കടലാണെങ്കിൽ ഞാനൊരു പണത്തേക്ക് പോലുമല്ല എഴുതാനുള്ള വലിയ ശ്രമം അത് എന്റെ സഹപാഠികളുടെ മുന്നിൽ ഞാനത് ചെറിയൊരു അവതരിപ്പിക്കുകയുണ്ടായി. അതിന് അവർ അങ്ങേയറ്റത്തെ ഒരു പ്രോത്സാഹനം തന്നു. ആ പ്രോത്സാഹനമാണ് ഇന്ന് ഇവിടെ ഈ ഒരു പുസ്തക പ്രകാശനത്തിലെത്തിയത്. അതുപോലെ വാട്സപ്പ് കൂട്ടായ്മ എന്നത് കുറച്ചുപേരെ എന്റെ മനസ്സിൽ ഞാൻ മറക്കാത്ത ചില മുഖങ്ങളുണ്ട്.
ജ്യോതി, വത്സല, അതുപോലെ പത്മജ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ കുറച്ച് മുഖങ്ങളെ മാത്രമെങ്കിലും ഒന്ന് കാണാം മരിക്കുന്നതിന് മുമ്പ് എന്നുള്ള ആഗ്രഹമായിരുന്നു. അതാണ് ഒരു ടൂർ ആഗ്രഹിച്ചു. കൂട്ടുകാർ തന്നെ തന്നു എന്നതിൽ വളരെ സന്തോഷം. ഇപ്പോ എല്ലാവരും ആവശ്യമില്ലാതെ എന്നെ വളരെ പ്രവൃത്തി തോന്നുന്നു. കാരണം ഞാനൊരു തൈ നട്ടു. ആ തൈ നട്ടപ്പോൾ അതിനെ ശരിയായ രീതിയിൽ സമയത്ത് വെള്ളവും വളവും നൽകി അതിനെ പരിപാലിച്ച് വലിയൊരു മരമാക്കി വളർത്തിയത് എന്റെ സഹപാഠി മിത്രങ്ങളാണ്. അവരാണ് എന്റെ ഗ്രൂപ്പിനെ ഈ ഒരു രീതിയിൽ എല്ലാവർക്കും തണൽ കിട്ടുന്ന രീതിയിൽ ഈ ഒരു ഗ്രൂപ്പിന്റെ ഒരു ശക്തിയിൽ എല്ലാവർക്കും ഒരു തണലായ രീതിയിൽ വന്നതെന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ സലാമിനെ ഒരു ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ. അത് എന്തോ ദൈവകടാക്ഷം കൊണ്ട് ഞാൻ ഒരു 20 വർഷത്തോളമായി 25 വർഷത്തോളമായി പൊന്നാനി PMCC എന്ന ഒരു ഖത്തറിലെ ചാരിറ്റി സെന്ററിൽ നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്നു. അതിന് ചിലപ്പോൾ സർവേശ്വരൻ നൽകിയ ഒരു ചെറിയ കിട്ടാവാം ഈ എഴുതാനുള്ള ഒരു കഴിവ്. അതിനെ വീണ്ടും പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാവരുടെയും എല്ലാ വാക്കുകൾക്ക് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞാൻ അതിനെ അറിയിക്കുകയാണ്. കൂടുതൽ നയിപ്പിക്കുന്നില്ല. അതുപോലെ നമ്മൾ സാർ ചോദിച്ച കാര്യത്തിന് ഞാൻ മറുപടി പറയുകയാണ്. അദ്ദേഹം ചോദിച്ചിരുന്നു എന്നെ മകളുടെ കല്യാണത്തിന് സമയത്ത് ഇതിന്റെ ബാക്കി എഴുതുകയായിരുന്നു. ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു. എന്ന അത് ടൈറ്റിൽ കൊടുത്തുകൊണ്ട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. കഴിഞ്ഞ 2-3 മാസമായി തിരക്കാരും അത് കുറച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു വാക്കുകൾ കൊണ്ട് എനിക്കത് വീണ്ടും തുടർന്നെഴുതാൻ കഴിയുമെന്നാണ് എന്റെ ഒരു ആത്മവിശ്വാസം. അതിനെല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും നല്ല വാക്കുകൾ കൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ വൈകിയ ഇടവേളയിൽ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. നന്ദി വാക്കുകൾക്ക് എന്റെ സഹോദരി റസിയ വേണം. അവരെ കോർഡിനേറ്ററാണ്. അവരെ തന്നെ ഞാൻ 30-35 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഞങ്ങൾ ട്യൂഷനെ ഒരുമിച്ച് ഒരു ബെഞ്ചിലായിരുന്നു. ഈ ഒരു കൂട്ടായ്മയിൽ കിട്ടിയ മറ്റൊരു കോംപ്ലിമെന്റ് ആണ് എനിക്ക് അവരുടെ സൗഹൃദം. എന്തായാലും ഈ ഒരു ഉദ്യമം, ഈ ഒരു പുസ്തകത്തിന്റെ കുറെ നാളെ ആഗ്രഹിച്ചത് അത് പൂർണ്ണ ഒരു വല്ലാത്ത ഒരു സന്തോഷത്തിലാണ്. അതിന്റെ വാക്കുകളോട് എനിക്ക് ലഭിച്ചു. സന്തോഷം. നന്ദി. നമസ്കാരം. ഒരു വട്ടം കൂടെ എന്നോർമ്മകൾ മേലുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഈ തിരുമുറ്റത്ത് ഒരു വട്ടം കൂടെ കാണുന്ന മോഹമുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല. അത് സാധിച്ചു. വളരെയധികം ആത്മസംതൃപ്തിയുണ്ട്. ഈ പരിപാടിയുടെ അവസാനമായ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരുന്ന ഒരാളെയാണ് നന്ദി പറയാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നത്. സലാമിനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ലല്ലോ. പറയാനുള്ളതും അതിലപ്പുറവും ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞാനും കേട്ടു. സലാം കഴിഞ്ഞ ഒരു ഫെബ്രുവരി ഒരു രാത്രി 10-11 മണിയാവുമ്പോഴാണ് എനിക്ക് ഒരു ഫോൺ കണ്ടത്. കാരണം അന്നൊക്കെ എന്റെ ഫോണിൽ രാവിലെ 6 മണി തുടങ്ങിയായിരുന്നു. രാത്രി 12 മണി വരെ കോളുകളാണ്. ഒന്നിനും വേണ്ടി അടിയിട്ടാത്ത പരാതികളാണ്. ആ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു 11 മണി കഴിഞ്ഞ് ഇനിയും ആരാണ്. പക്ഷെ ഫോൺ എടുക്കേണ്ടതെന്നൊരു സമാധാനം കഴിഞ്ഞു. ഇനി കൊറോണ കാലഘട്ടത്തിലാണല്ലോ നമ്മളോട് കിടന്ന് ജോലി ചെയ്യുന്നത്. എന്തായാലും എടുത്തേ മതിയാവും. എടുത്തപ്പോഴാണ് ഈ സഹോദരൻ എങ്ങനെ വിളിക്കുന്നത്. അന്ന് അങ്ങനെ ഫോൺ വെച്ച് വെക്കാൻ എന്നോട് ചോദിച്ചു, ഇവിടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അതിൽ ആഡ് ചെയ്താൽ എങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി ആഡ് ചെയ്തോളൂ, പക്ഷെ ഞാൻ ഗാലറിയിലേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ പോലെ അപേക്ഷക്കാർക്ക് നടത്താൻ എനിക്ക് പറ്റില്ല. കാരണം ഒത്തിരി ജോലി തിരക്കാണല്ലോ. അങ്ങനെ വന്നതാണ് ഈ 40 വർഷത്തിന് ശേഷം വീണ്ടും ഈ കൂട്ടായ്മയും. ഈ കൂട്ടായ്മ നമ്മൾ ഇതുവരെ ഒറ്റക്കെട്ടായി നിന്ന പോലെ ഇനി നമ്മളുടെ ജീവിതം അവസാനം വരെ നിലനിർത്തട്ടെ എന്ന് ഞാൻ ആദ്യമായി ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നു. പിന്നെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള പ്രത്യേകം ഇവിടെ എല്ലാവർക്കും നന്ദി വേണ്ടുള്ളതാണ്. അതിനാൽ നമ്മുടെ വേദി ആദ്യം അർപ്പിച്ചത് നമ്മുടെ പാട്ടുകാരനായ ശ്രീപതിയായിരുന്നു.
അത് കഴിഞ്ഞ് പ്രസംഗം അലങ്കേരത്തിൽ നമ്മുടെ നല്ല വായിച്ചു